ശ്രീമദ് ഭഗവത്ഗീത. നമ്മളിന്ന് മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത്. അത് കർമ്മയോഗമാണ്. നമ്മൾ വേദപ്രകാരം വേദപ്രകാരം എന്നൊന്നും ചിന്തിക്കേണ്ട. കർമ്മം മൂന്ന് തരത്തിലുണ്ട്. സാധാരണയുള്ള കർമ്മം എന്ന് പറയുന്നത് സാധാരണ ഭൗതിക ലോകത്തിലുള്ള കർമ്മം. നമ്മളെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കർമ്മം എന്ന് പറയുന്നതിന് പിന്നെ വേറെ സംശയമൊന്നുമില്ല. പിന്നെ അകർമ്മം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അകർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ അത് കർമ്മം ചെയ്യാതിരിക്കുക. അകർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിരായിട്ട് എടുക്കണമല്ലോ. കാരണം അകർമ്മം എന്ന് പറയുമ്പോൾ നേരെ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പം കർമ്മം ചെയ്യലാണെങ്കിൽ അകർമ്മം എന്താണ്? ഒന്നും ചെയ്യാതെ ഇരിക്കുക. നീതി എന്ന് പറഞ്ഞാൽ ശരിയായ പ്രവൃത്തിയാണല്ലോ. അനീതി എന്ന് പറഞ്ഞാൽ തെറ്റായ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പം കർമ്മത്തിൻ്റെ ഓപ്പോസിറ്റ് അകർമ്മമാണ്. അപ്പോൾ അത് കർമ്മം ചെയ്യാതിരിക്കുക എന്ന നിലയിൽ വേണമെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെയൊന്നുണ്ട്. അപ്പം കർമ്മമുണ്ട്, അകർമ്മമുണ്ട്. പിന്നെ ഉള്ളതാണ് വികർമ്മം. പിന്നെയുള്ള മൂന്നാമത്തത് വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വികർമ്മമാണല്ലോ. വികർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യലും ചെയ്യാതല്ലോ എന്ന നിലയിൽ ഏകദേശം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം വികർമ്മം എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കർമ്മം ചെയ്യുക. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കർമ്മവും ചെയ്യാൻ പാടില്ലാത്ത കർമ്മവും. പിന്നെ കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വശമുണ്ട്. പക്ഷേ വേദം തന്നെ പറയുന്നത്, ഇപ്പം ഇനിയും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണും അത്. ഇപ്പം ഈ മൂന്ന് കർമ്മങ്ങളെ ഏകദേശം ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ വളരെ എളുപ്പത്തിൽ പോകുക. ആദ്യം തന്നെ അതങ്ങ് പറഞ്ഞിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്നാണോ? കാരണം ഞാൻ ശ്വസിക്കുന്നുണ്ട്. ഈ ശ്വാസം വേണമെങ്കിൽ എനിക്ക് പിടിച്ചു നിർത്താം. എന്തെങ്കിലും കടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചൊറിയുന്നുണ്ട്. അപ്പോൾ ഒരാളോട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അയാളൊന്നും ഉണ്ടാവും. ആരെങ്കിലും പോകുന്ന ആളെ നോക്കും, അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഇതെല്ലാം കർമ്മം തന്നെയാണ്. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല എന്ന് പറയും. പക്ഷെ എന്നാലും നമ്മൾ പോയിട്ട് പല്ലെല്ലാം തേക്കും, മുഖമെല്ലാം ഒന്ന് കഴുകും. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെല്ലോ കർമ്മം ചെയ്യുന്നുണ്ട്. ഈ ശ്വസിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ദാഹം വരുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കും. നമ്മൾ അറിയാതെ കർമ്മങ്ങൾ ശരീരത്തിൽ കുറേ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് അകർമ്മം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മളൊരു കർമ്മം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുന്നതിനെയാണ് കർമ്മമായിട്ട് പറയുന്നത്. ഇതൊന്നും ഒരു ലക്ഷ്യമല്ല. രാവിലെ പല്ല് തേക്കുന്നതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചെയ്തു പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ ആരെങ്കിലും പറയുമോ എന്താ ജോലി ഒന്ന് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കൊതുക് കടിച്ചിരിക്കുന്നു, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയും. ഇല്ല, ഒരു ജോലിയില്ല എന്ന് പറയും, വെറുതെ ഇരിക്കുകയെന്ന് പറയും. അപ്പം അതുകൊണ്ട് വേദം തന്നെ പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. നമ്മളെ മനസ്സിലോട്ട് എന്തെല്ലോ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും
അത് കർമ്മം തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തെല്ലാമോ ചെയ്യുക, ഒരു ലക്ഷ്യം വെച്ചിട്ട് ചെയ്യുക. അകർമ്മം എന്ന് പറയുമ്പോൾ അങ്ങനെ ലക്ഷ്യമില്ലാതെ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ചെയ്തേ പറ്റൂ, ആ ഒരു മനസ്ഥിതിയോടുകൂടി ചെയ്യുക. അപ്പൊ അങ്ങനെ ചില കർമ്മങ്ങളുണ്ട്. അത്തരം അപ്പൊ നമ്മളൊരു നിഷ്കാമ കർമ്മം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി എന്ന ചിന്തയൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ്. നമ്മൾ ജനിച്ചത് ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് ലോകം 4 യുഗത്തിലൂടെ പുരോഗമിക്കുകയാണ്. അങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്കെന്ത് വേണം? നമുക്ക് ഓരോ കർമ്മം തന്നിട്ടുണ്ട്, അത് ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മം നമ്മൾ ചെയ്യണം. ആ കർമ്മം ചെയ്യുമ്പോൾ അത് നമുക്ക് വേണ്ടിയല്ല എന്ന ചിന്തയോടുകൂടി അതെന്തായാലും നമ്മൾ ചെയ്തേ പറ്റും. അപ്പം ആ ചെയ്യുമ്പോൾ ഞാനെന്ന ഒരു ചിന്ത വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് കർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, അതെല്ലാം കർമ്മം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ജനിച്ചത് ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് നമ്മൾ ചെയ്തേ പറ്റും. അത് നമുക്ക് വേണ്ടിയറ്റല്ല. പക്ഷെ നമുക്ക് വേണ്ടി എന്ന് വരുമ്പോഴാണ് അത് കർമ്മമായിട്ട് മാറുന്നത്. അപ്പം ഇങ്ങനെ ഒരു 3 തരണത്തിൽ നമുക്ക് വേണ്ടിയല്ല, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരായ ചില കർമ്മങ്ങൾ നമുക്ക് വേണ്ടിയല്ല, ആ ശക്തിക്ക് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ കൈയുടെ ധർമ്മമാണ് കൊതു വരുമ്പോൾ മാന്തൽ. അതൊരു നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയാണ് രാവിലെ എണീച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പല്ല് കേൾക്കുന്നുണ്ട്. അല്ലാതെ നമ്മളിത് എൻ്റെ പല്ല് വൃത്തിയാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാവിലെ തന്നെ എണീക്കുമ്പോൾ പോകും, ബ്രഷിൽ പേസ്റ്റ് എടുക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന വഴി ഇങ്ങനെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു കർമ്മമുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ നമുക്ക് വേണ്ടി എന്ന ലക്ഷ്യത്തിലില്ലാതെ അതേസമയം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്യാൻ ബാധ്യസ്ഥമാണ്, നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ കർമ്മങ്ങളെ 3ആയിട്ട് തിരിക്കാം. ഈ ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്കിനി മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ 1-ാമത്തെ അർജുനൻ എന്താ ചോദിക്കുകയാണ്, കർമ്മത്തെ അപേക്ഷിച്ച് ഈ കർമ്മയോഗമാണ് ശ്രേഷ്ഠമെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഈ ഘോരമായ കർമ്മത്തിൽ നിയോഗിക്കുന്നത്? അപ്പൊ കർമ്മത്തെക്കാൾ ഇത് ഘോരമായ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അതിനെക്കാട്ടി നല്ലത് എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രേഷ്ഠം നമുക്ക് വേണ്ടിയല്ലാതെ കർമ്മം ചെയ്യുക. കർമ്മയോഗം, നമ്മുടെ കർമ്മവും, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ കർമ്മവുമായിട്ട് ചെയ്തു പോവുക നമ്മൾ. അപ്പോൾ ഇവിടെ അർജുനനോട് പറയുന്നത് എന്താണ്? നീ പോയ യുദ്ധം ചെയ്യുന്നല്ലേ, അതൊരു നിർബന്ധം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു കർമ്മമാണ് അത്. അകർമ്മം അതിനെക്കാട്ടി നല്ലത് അകർമ്മമാണെങ്കിൽ എന്താണ്? കർമ്മയോഗമുണ്ട്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ യോഗികളെല്ലാം സാക്ഷാത്കാരത്തിനായി കർമ്മയോഗം എന്ന് പറയുമ്പോൾ ചില യോഗികളും കർമ്മത്തിലൂടെ അവനവൻ്റെ കർമ്മം ചെയ്ത് തീർത്തുകൊണ്ട് സന്യാസത്തിലേക്ക് പോകുക. അപ്പോൾ ഒരാൾ യോഗിയായിട്ട് മാറുമ്പോൾ അതൊരു ട്രെയിനിങ് ആണ്. ഒരു ട്രെയിനിങ് ആയിട്ടാണ് പോകുന്നത്. എന്തിനേക്ക്? ബ്രഹ്മസാക്ഷാത്കാരത്തിന്. നമ്മളിപ്പോൾ IAS എക്സാമിനേക്ക് പഠിക്കുമ്പോൾ നമ്മൾ IAS ആയോ ഇല്ല, ഒരു ആണെന്നൊന്നുമില്ല. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് എന്തെല്ലോ ശ്രമിക്കും, ഒരു ടെസ്റ്റിനല്ല, അത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുവരെ സന്യാസത്തിലേക്ക് പോകുമ്പോഴും അതൊരു കർമ്മം തന്നെയാണ്. എന്തിന്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ വേണ്ടി. അപ്പോൾ ചില ചിട്ടവട്ടങ്ങൾ എല്ലാം ആയിട്ട് എല്ലാം കളഞ്ഞിട്ട് കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ക്രമത്തിൽ അങ്ങ് പോവുകയാണ്. അതൊരു കർമ്മം തന്നെയാണ്.
അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടാം. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? ഞാനിത് എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ, കർമ്മസന്യാസത്തിലൂടെ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള നിലയിലാണ് ഇവിടെ ചോദിച്ചുകൊണ്ട് വരുന്നത്. അർജുനൻ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ ഊരണം? അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് പറയുന്നു? ഇതാകെ എൻ്റെ തല കുഴക്കിയാണ്, പരസ്പര വിരുദ്ധമാണ്, ഇതെല്ലാം എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് എല്ലാം ഒന്നും പറഞ്ഞു തരണ്ട, എനിക്ക് ശരിയായ ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു തരികയാണ്, ചോദിക്കുകയാണ് കൃഷ്ണനോട്. അപ്പോൾ 3 അത് 1 മുതൽ 2 വരെ. അപ്പം 3 ഭഗവാൻ പറയുന്നു, സാഖ്യയോഗി 3, 4, 5 സാഖ്യയോഗികൾക്കായി ജ്ഞാനയോഗവും. അപ്പോൾ ജ്ഞാനത്തിലൂടെ ചിലവര് കർമ്മത്തെക്കാട്ടിയും ബുദ്ധിപരമായിട്ട് പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്, അതായത് ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്, ചിന്തകരെന്ന് പറയുന്നത്. അത് തന്നെയാണ് ബ്രാഹ്മണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ ബ്രഹ്മത്താണ് സാഖ്യയോഗികൾ. അവര് ബുദ്ധിയെ ആ ബ്രഹ്മത്തിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടത്തേക്ക് പോകുന്നവരാണ്. അതിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നടക്കും. എന്നാൽ രണ്ടാമത്തത്, അപ്പം സാഖ്യയോഗികൾക്കായി ജ്ഞാനയോഗം, അതാണ് ജ്ഞാനം നേടിക്കൊണ്ട് പോവുക. എല്ലാത്ത യോഗികൾക്കായി കർമ്മയോഗമുണ്ട്. യോഗികൾ സാധാരണ യോഗി എന്നെല്ലാം പറഞ്ഞ് പോകുന്നത് കർമ്മയോഗമാണ്. അവർ ചില ജ്ഞാനമൊന്നും അവർക്ക് ആവശ്യമില്ല. സന്യാസത്തിലേക്ക് ഒരു യോഗിയായിട്ട് തീർന്നിട്ട്, സന്യാസിയായി തീർന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ വേദങ്ങളും എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവർക്ക് ഒരു ജ്ഞാനവും വേണ്ട. അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർക്ക് ഭൗതിക ലോകത്തിൽ ഒരു കാര്യത്തിനും താല്പര്യമില്ല. അപ്പം വിദ്യയോ ജീവിത വിജയത്തിനാണല്ലോ വിദ്യ. വേദങ്ങളെല്ലാം അതിൽ അടങ്ങിയിരിക്കുന്ന ഇതാണ്, സയൻസാണ്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഒരു വിരക്തി വന്നു പോകുക. അതിനായിട്ടാണ് എല്ലാം ഉടുതുണി അടവ് ഉപേക്ഷിച്ച് കുടുംബത്തെ എല്ലാം സമ്മതമെല്ലാം ചോദിച്ചാൽ ഒരു കർമ്മം തന്നെയാണ്. എല്ലാവരെയും വിളിച്ചെട്ടി എനിക്ക് ജീവിതം എടുത്ത് ഇതാ ഞാൻ പോകാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് വിരക്തി വന്നിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമ്മതവും വാങ്ങിയിട്ട് ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പോകാനാണ് യോഗയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ യോഗം ബ്രഹ്മവുമായിട്ട് യോജിക്കുക, ആ പരമാത്മാവുമായിട്ട് യോജിക്കുന്ന അവസ്ഥ. അത് യോഗികൾക്കായിട്ട് അതൊന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം 2 വഴിയുണ്ട്. ബുദ്ധിപരമായിട്ടും പോകാം, കർമ്മത്തിലൂടെയും പോകാം. അതും ആർക്കാണ്? അത് വിരക്തി വന്നവർക്കാണ്. അതും കർമ്മത്തിലൂടെയാണ് പോകുന്നത്. അതിനും ചില കർമ്മങ്ങളെല്ലാം ഉണ്ട്. എന്ത്? ഇന്നൊന്നും ചെയ്യരുത്, ഭക്ഷണമെല്ലാം മിതമായി ആക്കുക, മറ്റുള്ളവരോടൊന്നും സംസാരിക്കാൻ പാടില്ല. ആ തരത്തിലുള്ള വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പം ആ മാർഗമുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ശരി തന്നെയാണ്, അങ്ങനെ 2 ഉണ്ട്. എന്നിട്ട് കർമ്മയോഗവും ഉണ്ട്. പക്ഷേ കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം കർമ്മത്തെ പ്രാപിക്കില്ല. കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അപ്പം ഈ അകർമ്മം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതിരിക്കലല്ല. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചെയ്യാതിരുന്നിട്ട് അപ്പൊ ഈ കർമ്മം ചെയ്യാതിരിക്കണ്ടെങ്കില് അത് കർമ്മം ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും അകർമ്മമാവില്ല. അങ്ങനെ ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കമ്മ. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? 2 വേറെ തരത്തിൽ പറയാണ്. കർമ്മസന്യാസം കൊണ്ടും സിദ്ധി ലഭിക്കില്ല. അതുകൊണ്ട് കർമ്മസന്യാസം കൊണ്ട് സന്യസിക്കാൻ പോകുന്നു. സന്യാസം സ്വീകരിച്ചുകൊണ്ട് ബുദ്ധിയൊന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാത്തോടും വിരക്തി വന്നിട്ട് പോവുകയാണ്. മറ്റേത് ചിന്തിച്ചങ്ങ് ബ്രഹ്മത്തിലെത്തിപ്പോവുകയാണ്. ചിന്തിച്ച് ബുദ്ധിമാന്മാരങ്ങ് എത്തിപ്പോകും. ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല എന്ന് വെച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ഇതല്ല, എനിക്കൊന്നും അറിയും വേണ്ട, ഒരു ചുക്കും വേണ്ട, എനിക്ക് ഈ ജീവിതമേ മടുത്തു, വിരക്തി വന്നു പോവുകയാണ്.
അങ്ങനെ ചെയ്യുമ്പോഴുള്ള കർമ്മസന്യാസം, അതാണ് സന്യാസത്തിലൂടെയുള്ള പോക്ക്. അങ്ങനെ പോകുമ്പോൾ സിദ്ധി ലഭിക്കണമെന്നില്ല. ഏതുപോലെ അങ്ങനെയായിരുന്നു ഇന്ന് എല്ലാ സന്യാസിമാർക്കും സിദ്ധി ലഭിക്കണം. സിദ്ധി ആർക്കും കിട്ടുന്നു. സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പൊടി പിടി ഉണ്ടാവില്ല. നമ്മളടുത്ത് പ്രഭാഷണത്തിന് സന്യാസത്തിൽ പോകുന്നവരൊന്നും നമ്മളുമായിട്ട് വിട്ടു പോയിക്കൊള്ളണം. ഉപനിഷത്ത് പറയുന്ന സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളടുത്ത് വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സന്യാസികളൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ അതിൻ്റെ അടുത്ത് പോലും അവർക്ക് എത്താൻ പറ്റില്ല. കാരണം അവര് ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ ഒറ്റക്കങ്ങനെ പോകുകയാണ്. എല്ലാം വിട്ടുപോകണം. ഇവിടെ പ്രഭാഷണം, ആത്മീയ പ്രഭാഷണം നടത്തുന്നവർ സന്യാസം എന്ന് പറയുന്നവരൊന്നും അർത്ഥമില്ല. കാരണം അത് ഭൗതിക പ്രവർത്തനങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതിന് വേറൊരു കാര്യത്തിൽ അവർ പറയുന്നു. നമ്മളിങ്ങനെ വാരടിക്കുന്നു, അവർ വേറൊരു കാര്യത്തിൽ വാരടിക്കുന്നു. എല്ലാം ഒന്നു തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതൊന്നും അല്ല സന്യാസം. അപ്പം ഇവർക്ക് എന്തില്ല, അതുകൊണ്ടൊന്നും സിദ്ധി ലഭിക്കാൻ പോകുന്നില്ല. കർമ്മസന്യാസം കൊണ്ടൊന്നും സിദ്ധി ലഭിക്കാൻ പോകത്തില്ല. കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം ഉള്ള കർമ്മം മുഴുവൻ ചെയ്ത് തീർന്നതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെ ജനിപ്പിച്ച് ഓരോ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം തീരാതിടത്തോളം കാലം നമുക്ക് പോകാൻ പറ്റില്ല. ഈ യുഗത്തിൽ ഈ ജന്മത്തിലെ കർമ്മം മാത്രം തീർത്താൽ പോരാ, അടുത്ത ജന്മങ്ങളിലും ഇനിയുള്ള ഒരു ജന്മത്തിലും കർമ്മമില്ലെങ്കിൽ പ്രളയം വരെ ഇനി നമുക്ക് ജനിച്ചിട്ടൊരു കർമ്മവും ചെയ്യാനില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നതിനാണ്, കർമ്മം ചെയ്യാനാണ്. നല്ല ഗാഠനിദ്രയിൽ നമുക്ക് ഞാനെന്ന ചിന്തയില്ല. എണീക്കുമ്പോഴാണ് കർമ്മം ചെയ്യാനാണ് ഞാനെന്ന ചിന്ത ഉണ്ടാക്കി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഞാനെന്ന ചിന്ത എപ്പോഴാണ് ഇല്ലാതാവുക? നമ്മളെ കർമ്മം തീരുമ്പോൾ ആ ശക്തി പിന്നെ എന്നിൽ ഞാനെന്ന ചിന്ത ഇല്ലാതാക്കും. അപ്പോൾ ഞാനൊരു പ്രതിമ കണക്കെയാവും. അപ്പോഴാണ് നമ്മൾ വിരക്തി വന്ന് സന്യാസത്തിലേക്ക് പോകുന്നത്. അവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റുകയുള്ളൂ. അല്ല അടുത്ത ജന്മത്തിലും കർമ്മം ഉണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ ജനിപ്പിച്ചിട്ട് പണി ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ പിന്നെ ഇന്നെങ്ങനെയാണ് സന്യാസത്തിലേക്ക് എത്തിക്കുക? അതൊന്നും നമ്മളെ കൈമേൽ അല്ല. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മളെ കൈമേലല്ല. അതുകൊണ്ട് കർമ്മസന്യാസം കൊണ്ടും സിദ്ധി ഒന്നും ഒരു സിദ്ധിയും ലഭിക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് പറയുന്നത്, ഒരാളും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. നമ്മളൊന്നും ഒരു നിമിഷം പോലും കർമ്മം, പ്രകൃതി ഗുണങ്ങളാൽ ബന്ധിതരായി കർമ്മം ചെയ്യുന്നു. പ്രകൃതി ഗുണങ്ങളാൽ. അപ്പം നമ്മളെ സൃഷ്ടിച്ചത് പ്രകൃതിയിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പം കണ്ണു മൂക്കുവെല്ലാം തന്നിട്ട് പലതും കാണും, കേൾക്കുകയെല്ലാം ചെയ്യും. അതിലൂടെ നമ്മളോട് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കും. നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടും. ഒരു കൊതുക് നമ്മളെ കടിക്കുമ്പോൾ നമ്മളൊരു വേദന ഉണ്ടാക്കാതെ അവിടെ കടിക്കുന്നുണ്ടെന്ന്, കൊതുക് കടിക്കുന്നുണ്ടെന്ന് നമ്മളെ മനസ്സ് അവിടെ നിന്നൊരു സിഗ്നൽ അങ്ങ് തലച്ചോറിലെത്തും. എൻ്റെ തലച്ചോറ് പറയും, നാടികളിലോട്ട് എന്ത് പറയും, അവിടെ ഒരു കൊതുക് കടിക്കുന്നുണ്ട്, നീ പോയി അടിച്ചു കൊല്ലുന്നു. അപ്പം നമ്മൾ പോയിട്ട് അടിച്ചു കൊല്ലും. അല്ലാതെ നമ്മൾ കൊതുകിനെ കടിച്ചൊന്നും അല്ല അടിച്ചു കൊല്ലുന്നത്. ഇതുപോലെ നമ്മളെ കൊണ്ട് ഓരോന്നും ഫീലിംഗ്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഓരോ ഫീലിംഗ് ഉണ്ടായിട്ട് നമ്മൾ അതിനെക്കൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടിപ്പിച്ചിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലോ ചില സമയത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോഴെന്ത് ചെയ്യുന്നുണ്ട്? പ്രകൃതി ഗുണങ്ങളാൽ ബന്ധിതരായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ കർമ്മം പ്രകൃതി നിയമത്തിനനുസരിച്ച് നമ്മൾ എന്തെല്ലോ കർമ്മം ചെയ്യുകയാണ്. പ്രകൃതിയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, ശ്വസിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ എനിക്കെന്ത് ചെയ്യാം, പിടിച്ചു നിർത്താൻ പറ്റും. ഇല്ല, നമ്മൾ ശ്രമിക്കുന്നില്ല. നമുക്കൊന്നും കാണാതിരിക്കാൻ വേണ്ടി പറ്റും. അതൊന്നുമല്ലല്ലോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങോട്ട് ഓരോ ലക്ഷ്യമില്ലെങ്കിലും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, എന്നാലും ഒന്നും ഇങ്ങനെ എന്നെല്ലാം നോക്കുന്നുണ്ടാവും. ചിലപ്പോൾ തലയിൽ എടുക്കുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ തലയെല്ലാം തിരിക്കുന്നുണ്ട്. ഒരു ജോലിയില്ലാന്ന് പറഞ്ഞിരിക്കുന്നവനും എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുണങ്ങളാൽ ബന്ധിതരായി കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് ആ കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മമില്ലായ്മയല്ല, ഒന്നും ചെയ്യാതെ ഇരിക്കൽ. ഒന്നും ചെയ്യാതെ ആർക്കും ഒരു നിമിഷം പോലും ഇരിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ അവസ്ഥയില്ല. എന്നിട്ട് ആർന്നെന്ത് പറയുന്നു? കർമ്മേന്ദ്രിയങ്ങൾ അടക്കി വെച്ച് വിഷയത്തെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നവൻ മൂഢന്മാരാണ്. അപ്പോൾ ചിലർ പറയും സന്യാസം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകം ഇതെല്ലാം മിഥ്യയാണ്, അതുകൊണ്ട് ഒരു കർമ്മവും ചെയ്യണ്ട എന്തെല്ലാം ചിന്തിച്ചു. കർമ്മമൊന്നും ചെയ്യാതെ
വിഷയത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവര് മൂഢന്മാരാണ്. കർമ്മം ചെയ്യാതെയല്ല ചിന്തിക്കുന്നതെല്ലാം വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നതെല്ലാം നല്ലത് തന്നെ. പക്ഷേ ഞാൻ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ്, ഞാൻ സന്യാസിയായി പോകണം, ഇനി എനിക്ക് ഈ നാട്ടിലുള്ള ഒരു കർമ്മവുമായിട്ട് ബന്ധമില്ല എന്ന് വെച്ച് കയ്യും കെട്ടിയിരുന്നിട്ട് ഇങ്ങനെ ഈ കർമ്മം ചെയ്തിട്ട് എന്ത് കാര്യം? ഇതെല്ലാം മിഥ്യ. ആൾക്കാർ വരുമ്പോൾ പറയും ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നത്, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാം മിഥ്യയാണ്. ഈ കാണുന്ന മാങ്ങ എന്ന് പറയുന്നത് മാങ്ങയല്ല, ഇതെല്ലാം നമ്മളെ തോന്നലാണ്. ഇങ്ങനെ മണ്ടത്തരെല്ലാം വിളിച്ചു പറഞ്ഞ് ആളെയും വിളിച്ചിരുന്നിട്ട് ചെയ്യുന്നതെല്ലാം മൂഢന്മാരാണ്. അവര് മൂഢന്മാരാണ്. അവനവൻ്റെ കർമ്മം മാറിയിട്ട് നമുക്കുള്ള കർമ്മം ജനിപ്പിച്ചെടുക്കുമ്പോൾ ഓരോ കർമ്മങ്ങളുണ്ടായി ചെയ്ത് തീർത്തേ പറ്റൂ. എന്നിട്ട് 7 പറയുന്നു, ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നവൻ ശ്രേഷ്ഠൻ. അപ്പൊ ഇന്ദ്രിയങ്ങളും നമ്മളെ പ്രേരണകൾ പലതും ഉണ്ടാക്കും. ആഗ്രഹങ്ങൾ, ഓരോന്ന് കാണുമ്പോൾ മാങ്ങ കാണുമ്പോൾ നല്ലൊരു മാങ്ങ കയറി പറിച്ച് കളയാൻ പോകും. അപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടാക്കും. ആ ആഗ്രഹങ്ങളെ കാണുന്ന ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് ഒരു മാങ്ങയുടെ പകുത്ത് കിടക്കുന്നുണ്ട്, അത് പറിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ വല്ലവൻ്റെ തലയിലും അത് വീഴും, അതുകൊണ്ട് ശരി എന്നാ പറിച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നു. ഒരു കർമ്മം മാതിരി. അല്ലെങ്കിൽ അവിടെ വരുന്ന വഴിക്ക് ഒരു പഴത്തോല് കിടക്കുന്നു, അതുകൊണ്ട് ആ പഴത്തോല് എടുത്ത് മാറ്റുക. എന്തൊക്കെ പ്രതീക്ഷിച്ച് ആർക്കെങ്കിലും വീഴുമ്പോൾ അതിനകത്ത് വഴിക്ക് വീഴണ്ട എന്നെല്ലാം വെച്ചിട്ട് അത് നമ്മളൊരു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുകയാണ്. അത് ഇന്ദ്രിയങ്ങളെ സ്വാധീനിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ അതിനകത്ത് പങ്ക് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രേരണയാലൊന്നുമല്ല. പ്രേരണയാലെന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുക? പടത്തോലവിടെ കിടക്കട്ടെ, ഇനി വരാനുള്ളത് എൻ്റെ ശത്രുവാണ്, അവനവിടെ നിന്ന് മുക്കൂത്തി വീഴുന്നുണ്ടോ നോക്കട്ടെ എന്നെല്ലാം പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധിയെല്ലാം പറയുക പടത്തോളവിടെ കിടന്നോട്ട് ഒരുത്തം ഇനി വരാൻ പോകുന്ന കക്ഷി നമ്മളെ ശത്രുവാണ്, അവനൊന്ന് വഴിക്ക് വിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുവാണ് വരാൻ പോകുന്ന അടുത്ത്, ഉടനെ ഓടി ചെന്നിട്ട് പഴത്തോളം. അതെല്ലാം ഇന്ദ്രിയങ്ങളും ബുദ്ധിയെല്ലാം ആക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങൾ പലതിനും നമ്മളെ പ്രേരിപ്പിക്കും, വിചാരങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കും. അതൊന്നും ഇല്ലാതെ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കുക. അതിലേക്കാണ് നിസ്വാർത്ഥ കർമ്മം എന്നെല്ലാം പറയുന്നത്. അതാണ് ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുക്കുക. ഇത് ചെയ്യണം, ഇതെൻ്റെ ചെയ്യണം എന്ന് തോന്നിയാൽ അതങ്ങ് ചെയ്തു കൊടുത്തേക്കുക. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ആൾക്കാർക്കും വേണ്ടിയല്ല, ശത്രുവോ മിത്രമോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, അതങ്ങ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. അപ്പം കർമ്മേന്ദ്രിയങ്ങൾക്ക് കൊണ്ട് ചെയ്യണം, കയ്യും ഇതെല്ലാം തന്നിരിക്കുന്നത് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതുമായ ഇന്ദ്രിയങ്ങൾ ഓരോന്നിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും നമ്മളൊരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അത്തരം കർമ്മങ്ങളെ നിയന്ത്രിച്ചിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്, അതവിടെ നിൽക്കേണ്ടതല്ല, മാറ്റേണ്ടതാണെന്ന് തോന്നുമ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതാണ് ശ്രേഷ്ഠത എന്ന് പറയാണ്. അതായത് നിസ്വാർത്ഥമായിരിക്കണം എന്നതിലേക്കാണ് പടിപടിയായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി 8, അതിനാൽ മനസ്സിനാൽ നിയന്ത്രിതമായ കർമ്മം ചെയ്യുക. മനസ്സ് നിയന്ത്രിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഒരു പഴത്തോലുണ്ട്, അതെടുത്ത് മാറ്റേണ്ട എൻ്റെ കർമ്മമാണ്, ധർമ്മമാണ്, അങ്ങെടുത്ത് മാറ്റുന്നു. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയെല്ലാം ചിലത് ചെയ്യാൻ വേണ്ടിയാണ്, അതങ്ങ് ചെയ്തു കൊടുക്കുക. കാരണം കർമ്മമാണ് അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠം. കാരണം ഒന്നും ചെയ്യാതിരിക്കാതെ നിൽക്കുന്നതിനെക്കാട്ടി ശ്രേഷ്ഠം കർമ്മമാണ്. അപ്പം ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. അത് ചെയ്യാതിരിക്കുന്നു. ഇവിടെ അകർമ്മം എന്ന് പറയുമ്പോൾ
ചെയ്യാതിരിക്കുന്നതിനേക്കാളും. അപ്പൊ അതെടുത്ത് മാറ്റണോ മാറ്റണ്ടേ? ആ എനിക്ക് അത് എടുത്ത് ഇതിലൊന്നും ഒരു മിഥ്യയാണ്, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠം അത് എടുത്തു മാറ്റുന്നത് തന്നെയാണ്. കർമ്മം ചെയ്യാത്ത പക്ഷം ശരീരധർമ്മവും നടക്കില്ല. നമ്മൾ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിന്റെ ധർമ്മം നടക്കില്ല. കാരണം ശരീരത്തിന് കുറെ ധർമ്മങ്ങളുണ്ട്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ശരീരം തന്നിരിക്കുന്ന എന്തിനാണ്? ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ശരീരധർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചിട്ട് ഈ ശരീരം തന്നത്, അല്ലെങ്കിൽ ആ ബ്രഹ്മം തന്നെ, ആ ഉള്ളിലുള്ള ആ ബ്രഹ്മം തന്നെ മതി, ആ സോഫ്റ്റ്വെയർ മതി. എന്തിനാണ് സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യുന്നത്? ആ കമ്പ്യൂട്ടറിന് ചില ധർമ്മങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളിലുള്ള സോഫ്റ്റ്വെയർ ആവുന്ന ആ പരമാത്മാവ് ഈ ശരീരം എടുത്തിരിക്കുന്നത് ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പം നമുക്ക് മുന്നിൽ ചില കർമ്മങ്ങളുണ്ട്, നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ട്. ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. ഇതിൻ്റെ ഒബ്ബയിൽ പറയുന്നു, യജ്ഞകർമ്മങ്ങൾ ഒഴിച്ച് മറ്റുള്ള കർമ്മങ്ങളാൽ ബന്ധിതമാണ് ഈ ലോകം. അതിനാൽ സംഘരഹിതനായി കർമ്മം ചെയ്യുക. യജ്ഞകർമ്മങ്ങളെ ഒഴിച്ച്, ചില യജ്ഞകർമ്മങ്ങളെ എല്ലാം ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടതായ ചില കർമ്മങ്ങൾ ധർമ്മങ്ങളുണ്ട്. അല്ലാത്ത തന്നെ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റുള്ള ചില കർമ്മങ്ങളും ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, നമ്മുടേതായ ചില കർമ്മങ്ങളുണ്ട്. അതേസമയം പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില യജ്ഞകർമ്മങ്ങളുണ്ട്. പല്ല് തേക്കുന്നതല്ല, നമ്മുടെ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. രാവിലെ എണീക്കാനുള്ള ദൈനംദിന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് യജ്ഞകർമ്മങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ പുറമെ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ചില കർമ്മങ്ങളുണ്ട്. നമ്മളെ സൃഷ്ടിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈ പ്രപഞ്ചം പുരോഗമിച്ചു കൊണ്ടുപോവുകയാണ് 4 യുഗങ്ങളിലൂടെ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. അതിലൂടെയാണ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നത്. ആ ലോകത്തിൻ്റെ കർമ്മം, ആ പ്രക്രിയയിലുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കർമ്മമുണ്ട്, പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർമ്മം. ആ കർമ്മം നമ്മൾ സംഘരഹിതനായി കർമ്മം ചെയ്യുക. അതില് ആ കർമ്മം നമ്മൾ നമ്മളതായിട്ട് ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. നമ്മൾ നമ്മളുടേതായ കർമ്മം ചെയ്തു കൊടുക്കണം. ആ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ എന്തൊരു കർമ്മമാണോ നമ്മളെ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, ആ കർമ്മം നമ്മൾ ചെയ്തു കൊടുക്കണം. നമുക്ക് വേണ്ടി എന്ന നിലയിൽ ആകരുത്. ഇനിയോ 10 യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ച് അവരോട് സ്വയം വർദ്ധിക്കുവാൻ പ്രജാപതി പറഞ്ഞു. അപ്പം പ്രജാപതി സൃഷ്ടിക്കുമ്പോൾ, അന്ന് സൃഷ്ടി നടത്തുമ്പോൾ കുറേ ദേവതകളെയെല്ലാം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചതിൽ വരുന്നതാണ് നമ്മൾ. എന്നിട്ട് നമ്മളോടെന്ത് പറഞ്ഞു? ഇത് കാമധേനുവിന് സമാനമാണ്. നമ്മളോട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളോടും പറഞ്ഞു, ഇതെല്ലാം കാമധേനുവിന് സമാനമാണ്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പല വസ്തുക്കൾ ഉണ്ടാക്കാം. അതായത് ദേവതകൾ കല്ലുണ്ട്, മണ്ണുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, മനുഷ്യരുണ്ട്. ഇവർക്കെല്ലാം ഈ വസ്തുക്കളെല്ലാം തന്നിട്ട് ഇവരോടെല്ലാം, ഇതെല്ലാം ദേവതകൾ. പ്രപഞ്ചത്തിൽ എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം ആദ്യം പ്രപഞ്ചമാണ് സൃഷ്ടിച്ചത്. അപ്പം അതിൽ കല്ലും മണ്ണും എല്ലാം ഉണ്ട്, വെള്ളം എല്ലാം ഉണ്ട്, മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ദേവതകളോട് ഈ പ്രജാപതി എന്ത് പറഞ്ഞു? ഇത് കാമധേനുവാണ്, ഇതിനെ കറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ ലോകമുണ്ടാക്കാം. അതായത് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കാം. എന്ത് വേണം? ഈ
ഈ തന്ന വസ്തുക്കളെയെല്ലാം കറന്നെടുക്കണം. മനുഷ്യരും കല്ലും മണലും വെള്ളവും സിമെന്റും എല്ലാം കൂടിച്ചിട്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സുന്ദരമായ ഒരു ലോകം കിട്ടും. അപ്പൊ ആ ലോകകർമ്മത്തിനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കർമ്മമാണ് നമ്മൾ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മളുടെ ജോലിയാണ്. അതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ കറന്നിട്ട് കാമധേവന് സമാനം ഈ വസ്തുക്കളെയെല്ലാം കറന്നിട്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണമെന്ന് പ്രജാപതി പറഞ്ഞിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. എന്നിട്ട് 11 പറയുന്നു, അതിനായിട്ട് ദേവന്മാരെ ആരാധിച്ച്, ദേവന്മാർ പറയുന്ന ഈ പറയുന്ന വസ്തുക്കളെയെല്ലാം നമ്മൾ ആരാധനാഭാവത്തോടുകൂടി സമീപിച്ചുകൊണ്ട് പരസ്പരം തൃപ്തിപ്പെടുത്തിക്കൊണ്ടും, പരസ്പരം തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടേണ്ടിക്ക് ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്. ഓക്സിജന് ഹൈഡ്രജനെ ആയിട്ട് കൂടിച്ചേരാനുള്ള ആഗ്രഹമുണ്ട്, ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കൂടിച്ചേരാനുള്ള ആഗ്രഹവുമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സഹായിച്ചു കൊടുക്കുന്നു. പരസ്പരം സഹായിച്ചിട്ട് വേണ്ട അഗ്നിയെല്ലാം കൊടുത്തിട്ട്, വേണ്ട രൂപത്തിലുള്ള അഗ്നിയെല്ലാം പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ആഗ്രഹം സാധിക്കുന്നു ഓക്സിജനായിട്ട് കൂടാൻ, ഓക്സിജൻ്റെ ആഗ്രഹം സാധിക്കുന്നു ഹൈഡ്രജനായിട്ട് കൂടാൻ. അവ നമ്മൾ കൂടിച്ചേർന്നിട്ട് വെള്ളം ഉണ്ടാവും. അരിക്ക് ഒരു താല്പര്യമുണ്ട് ചോറാകാൻ, വെള്ളത്തിനൊരു താല്പര്യമുണ്ട് ചോറാകാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സഹകരിക്കുന്നു. അരി എടുക്കുന്നു, വെള്ളം എടുക്കുന്നു, പാത്രത്തിലിടുന്നു, കഴുകി വൃത്തിയാക്കി ചൂടാക്കുമ്പോൾ നമ്മളെല്ലാം കൂടിയിട്ട് പരസ്പരം സഹായിക്കുമ്പോൾ അരി നല്ല സോഫ്റ്റായിട്ട് മാറും. അരി ഹാർഡായിട്ട് ഇരിക്കുകയായിരുന്നു, അതിന് നല്ല സുന്ദരനായിട്ട് മാറാനുള്ള ആഗ്രഹം അരിക്കുമുണ്ട്, വെള്ളത്തിനും എല്ലാം ഉണ്ട്. നമ്മൾ പരസ്പരം ദേവന്മാരെല്ലാം പരസ്പരം, ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കളെല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാക്കി അതെല്ലാം ദേവതകളാണ്. അതെല്ലാം ചേർന്നുകൊണ്ട് സുന്ദരമായ ഒരു പരസ്പരം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ശ്രേയസ് നേടുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ശ്രേയസ് നേടും. അങ്ങനെ എല്ലാ വസ്തുക്കളെയും ഉപയോഗിച്ചിട്ടെല്ലാം തന്നെ ശ്രേയസ് നേടിയിട്ടാണ് IC റോക്കറ്റും എല്ലാം നമ്മൾ ഉണ്ടായിട്ട് ശ്രേയസ് നേടുന്നത്. ഇതെല്ലാമായിട്ട് കൂടിച്ചേർന്ന് ഈ ദേവതകളെയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പരസ്പരം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ്. യജ്ഞം കൊണ്ട് സന്തുഷ്ടരാകുക. അങ്ങനെ നമ്മളെന്താവും? ഒരു സന്തുഷ്ടമായ ലോകം ഉണ്ടാകും. അപ്പം ഇതാണ് നമ്മുടെ ജനിപ്പിച്ചതിനുള്ള ധർമ്മം. നമ്മളെല്ലാം സൃഷ്ടിച്ചതിന് അതിനൊരു ലക്ഷ്യമുണ്ട്, നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാക്കുക. അതും നമുക്കെല്ലാം തന്നെ വേണ്ടിയാണ്, അല്ലാതെ അതിനു വേണ്ടിയല്ല. എന്നിട്ട് 12 ഈ ദേവന്മാരെല്ലാം ഇഷ്ടപ്പെടുന്ന സുഖങ്ങൾ നമുക്ക് തരും. അപ്പം നല്ലൊരു സുഖമായ ലോകം ഉണ്ടാകും. ഈ ദേവന്മാരെല്ലാം, കല്ല് ദേവനും സിമന്റ് ദേവനും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ സുന്ദരമായൊരു കെട്ടിടം തരും. അവർ തരുന്നത് അവർക്ക് കൊടുക്കാതെ ഭക്ഷിക്കുന്നത് കള്ളന്മാരാണ്. അപ്പം നമ്മൾ എന്ത് വേണം? എല്ലാ ദേവതകളെയും തൃപ്തിപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മൾ വെണ്ട നട്ട് കഴിഞ്ഞാൽ, വെണ്ട ചെടി വിത്ത് നട്ട് കഴിഞ്ഞാൽ വെണ്ടക്ക ചെടി വളർന്നിട്ടുണ്ടാവും. അപ്പം അതിൽ ആദ്യം ഉണ്ടാകുന്ന കായ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളിയായിരിക്കും. അപ്പം ആദ്യം ഉണ്ടാകുന്ന ആ ഒരു വെണ്ടക്ക അത് നല്ല വലുപ്പമല്ല, ഒരു നല്ല സുന്ദര കുട്ടനായിരിക്കും ആ വെണ്ടക്ക. പിന്നെ വരുന്നതിനെ കട്ടി ഇത് നല്ലത്. അതെന്തിനു വേണ്ടിയാണ് ആ ചെടി ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൽ നിന്ന് വേണം വിത്ത് പുതിയ ചെടി ഉണ്ടാക്കുക. അപ്പം അതിനെ തൃപ്തിപ്പെടുത്തണം. അപ്പം അത് നമ്മൾ എടുക്കരുത്, അത് അതിന് വേണ്ടി വെക്കണം, വിത്തിന്. അതുകൊണ്ട് നമ്മളത് പറിക്കാൻ വീട്ടിൽ നിന്ന് അമ്മമ്മയൊന്നും സമ്മതിക്കില്ല, അത് തൊടാൻ പാടില്ല, അത് വിത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ ഒരു തെങ്ങ് തന്നെയാണെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന നല്ല തേങ്ങ നോക്കിയിട്ട് നമ്മൾ വിത്തിന് മാറ്റി വെക്കും, നല്ലത്. അപ്പം അതിനെന്തിനു വേണ്ടിയാണ് അത് ഉണ്ടാകുന്നത്? അതിന് പുതിയ തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെ തൃപ്തിപ്പെടുത്താതെ നമ്മളെ എല്ലാം ഉണ്ടാകുന്നതെല്ലാം നമ്മളെ കുട്ടി അതിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത്
നമ്മൾ കള്ളന്മാരാണ്. യജ്ഞത്തിൽ 13 യജ്ഞത്തിൽ ശേഷിക്കുന്നത് മാത്രം ഭുജിക്കുന്നവർ പാപത്തിൽ നിന്നും മുക്തരാകുന്നു. അതുകൊണ്ട് യജ്ഞത്തിൽ ശേഷിക്കുന്നതാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. ഒരു പശു പാല് തരുന്നുണ്ടെങ്കിൽ ആ പാല് കുട്ടിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പശുവിനെ കറക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ആദ്യം കുട്ടീനെ കൊണ്ട് കുടിപ്പിക്കും. അല്ലെങ്കിൽ പശു തരില്ല. അത് കുട്ടിക്ക് വേണ്ടിയാണ്. കുട്ടിക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ നമ്മളെ കറക്കാൻ സമ്മതിക്കും. ആദ്യം കുട്ടീനെ കുടിപ്പിക്കും, എന്നിട്ട് പിന്നെ ബാക്കി ശേഷിക്കുന്ന യജ്ഞത്തിൽ ശേഷിക്കുന്നത് മാത്രം ഭുജിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ടതെല്ലാം ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഉപയോഗത്തിന് ആ ദേവതകളെ കൂടിയും ചിന്തിക്കണം. അവർ എന്തിനാണ് ഇത് തരുന്നത്? അപ്പൊ അതിന് വേണ്ടതും ചിന്തിക്കണം. ഭൂമിയിലുള്ള പാറകളെല്ലാം പൊട്ടിച്ചെടുക്കാൻ പാറ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിനാണ്. പക്ഷെ അവിടെയുള്ള പാറകളെ, ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ആ പാറ. അത് ചിന്തിക്കാതെ അതിൻ്റെ അടിവേര് മുഴുവൻ അടക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഉരുൾപൊട്ടലെല്ലാം ഉണ്ടാവും, വെള്ളം മുഴുവൻ എല്ലാം നശിക്കും. അത് പാപമാണ്. പാറ ആവശ്യം തന്നെയാണ്, പാറ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്, വീട് കെട്ടാൻ തന്നെയാണ് പാറ. പക്ഷെ അത് എടുക്കുമ്പോഴും ആ പാറക്കൊരു ധർമ്മമുണ്ട്, ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആ മണ്ണിന്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് അതിന് ദോഷം വരാത്ത തരത്തിൽ മിച്ചമുള്ളതേ നമ്മൾ എടുക്കാമുള്ളൂ. ഏത് യജ്ഞത്തിലും മിച്ചമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. അവശേഷിക്കുന്നത് അതിനൊരു ധർമ്മമുണ്ട്. ഓരോ വസ്തുവാണെങ്കിൽ അതിലൊരു ധർമ്മമുണ്ട്. അത് വെച്ചിട്ടേ മിച്ചം വരുന്നതേ നമ്മൾ ആവശ്യത്തിന്, അതായത് ദോഷം വരാത്ത തരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അത് പാപമല്ല. എന്നാൽ തങ്ങൾക്കായി എല്ലാം ദഹിക്കുന്നവൻ എല്ലാം എടുക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത്. എന്നാൽ നാളെ വിത്തിനൊന്നും വേണ്ട, അല്ല ആദ്യം നമ്മൾ തിന്നിട്ട് എന്ന് വെച്ച് തിന്നാൽ നമ്മൾ ഭുജിക്കുന്നത് ഏതിനെയാണ്? പാപത്തെയാണ് ഭുജിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും പ്രകൃതിയിലുള്ള ദേവതകളുണ്ട്. പ്രകൃതിയുടെ ദേവത കള്ളും മണ്ണും അല്ലാണ്. ഒരു സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു മണ്ണ് വേണം, കുഴച്ചിട്ട് എന്തോ കെട്ടാൻ വേണ്ടിയിട്ട്. ഭൂമിയിലെടുക്കുമ്പോൾ ആ ലെവല് കീപ്പ് ചെയ്തുകൊണ്ട് അധികം വരുന്നത് എടുക്കുകയല്ലാതെ അവിടെ മാന്തി കുഴിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ മുഴുവൻ അവിടെ വെള്ളം കെട്ടി കൊതുക് പെരുകി നമ്മളെ നാശം തന്നെ വരുത്തും. ഇനി 14 അപ്പം കർമ്മം ചെയ്യേണ്ട രീതികളെല്ലാം പറഞ്ഞു തരുന്നത്, എങ്ങനെ നമ്മൾ കർമ്മം ചെയ്യണം. അന്നത്തിൽ നിന്നും ഭൂതങ്ങൾ, മഴയിൽ നിന്നും അന്നമുണ്ടാകുന്നു, യജ്ഞത്തിൽ നിന്നും മഴയുണ്ടാകുന്നു, യജ്ഞം കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പം പിന്നിൽ നിന്ന് മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കർമ്മത്തിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് യജ്ഞം. അപ്പം ആദ്യം കർമ്മമാണ് യജ്ഞമായി മാറുന്നത്. ആ യജ്ഞത്തിലൂടെയാണ് മുകളിലെന്തോ ഒരു യജ്ഞം നടത്തിയിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. ആ മഴ പെയ്യുന്നതിലൂടെയാണ് എന്തുണ്ടാകുന്നത്? അന്നമുണ്ടാകുന്നത്. അന്നത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പഞ്ചഭൂതങ്ങളും, അന്നം എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട്, അതിൽ നിന്നാണ് അവസാനം എന്തുണ്ടാകുന്നത്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, അതിനെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് പറയുകയാണ്. 15 എന്ന് പറയുന്നു, കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. കർമ്മം എവിടെ നിന്നാണ് തുടങ്ങുക? ആദ്യം ഉണ്ടായത് ബ്രഹ്മം എന്ന് പറയുന്നത് വേദം എന്നും എടുക്കാം. അപ്പോൾ ജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ കർമ്മം ജ്ഞാനത്തിനനുസരിച്ചായിരിക്കണം. ആദ്യം ജ്ഞാനം നേടണം, എന്നിട്ട് വേണം കർമ്മം ചെയ്യാൻ. വേദം അക്ഷരത്തിൽ നിന്നുണ്ടാകുന്നു. ആ ജ്ഞാനം എവിടെ നിന്നുണ്ടാകുന്നു? അക്ഷരത്തിൽ നിന്നാണ് വേണ്ടത്. വേദങ്ങൾ സയൻസിൽ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരം വേണ്ടല്ലോ. അപ്പം അക്ഷരത്തിൽ നിന്നാണ് വേദങ്ങളുണ്ടായ, അല്ലെങ്കിൽ ജ്ഞാനമുണ്ടായ. ആ ജ്ഞാനത്തിൽ നിന്ന് യജ്ഞം ചെയ്യണം. അതുകൊണ്ട് വേദം എന്താണ്? യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ട് ജ്ഞാനം യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് തിയറി, മറ്റേത് വേദം, മറ്റേത് ടെക്നോളജി അഥർവവേദം. അപ്പോൾ ഇത് രണ്ടും
പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കർമ്മത്തിൻ്റെ പല ഭാഗങ്ങൾ പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ 16 പറയുന്നു, ഇപ്രകാരം വർത്തിക്കുന്ന കർമ്മചക്രത്തെ. അപ്പം ഇങ്ങനെ കർമ്മ ഒരു ചക്രയുണ്ട്, യജ്ഞത്തുനിന്ന് മറ്റേതെന്ന് പറയുന്ന ആ ചക്രത്തെ യാതൊരുവൻ അനുവർത്തിക്കുന്നില്ലയോ അവൻ്റെ ജീവിതം നിഷ്ഫലം. അപ്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യണം, സയൻസ് പഠിച്ചിട്ട് കർമ്മം ചെയ്യണം. കർമ്മത്തിലൂടെയാണ് യജ്ഞമുണ്ടാകുന്നത്, നമുക്ക് പലതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതിൽ നിന്നും അന്നമുണ്ടാകും, അന്നത്തിലൂടെ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ തത്വം മനസ്സിലാക്കാതെ വായിക്ക് തോന്നുന്ന മാതിരി ചെയ്യുന്നവൻ്റെ ജീവിതം നിഷ്ഫലമാണ്. അതായത് പഠിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുക. ഇനി 17, തന്നിൽ തന്നെ രമിക്കുകയും തന്നിൽ തന്നെ സംതൃപ്തനും സന്തോഷവാനും ആകുകയും ചെയ്യുന്നവന് കരണീയമായിട്ട് വേറൊന്നും തന്നെയില്ല. തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയിലേക്ക് പോകുമ്പോൾ അവന് മറ്റുള്ളതിലൊന്നും ഒരു താല്പര്യമുണ്ടാവില്ല. അങ്ങനെ വരുന്ന അന്തരാമിയായിട്ട് പോകുമ്പോഴാണ് എവിടത്തേക്ക് എത്തുന്നത്? ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. ഇതെല്ലാം വിട്ടിട്ട്, ഈ ബാഹ്യമായ എല്ലാത്തിനെയും വിട്ടിട്ട് തന്നിൽ തന്നെ ഒതുങ്ങി പോകുന്നവന് അതാണ് കരണീയമായിട്ടുള്ളത്. അങ്ങനെയുള്ളവന് പണ്ടിൽ പറയുന്നു, ഈ ലോകകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ആരെങ്കിലും തന്നിൽ തന്നെ ഒതുങ്ങി ഈ ലോക ഭൗതിക കാര്യങ്ങളെല്ലാം വിട്ട് എന്നിൽ തന്നെ ഒഴുകിക്കഴിയുന്നവന് ഈ ലോകകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും ഒരു കാര്യവുമില്ല, ചെയ്യാത്തത് കൊണ്ടും ഒരു കാര്യവുമില്ല. അത് വിരക്തി വന്നവരാണ്. ഈ ഭൗതിക ലോകങ്ങളിൽ വിരക്തി വന്നവര് ഈ ഭൗതിക ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനും താല്പര്യമില്ല, ചെയ്തതുകൊണ്ടും അവനൊരു കുഴപ്പമില്ല. വേണമെങ്കിൽ അവന് ചെയ്യാം, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമില്ല. ഇപ്പോൾ ഒരാൾക്ക് വിരക്തി വന്നു കഴിഞ്ഞാൽ ജീവിതമേ മടുത്തു. എന്നാലും ആരെങ്കിലും വിളിച്ചാണ് കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് നമ്മൾ പോയി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ചെയ്തു പോകും. ചെയ്തുകൊണ്ട് അതിനെ കൊണ്ടൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. കാരണം ഇനി അയാളെ തൃപ്തിയാവും, ഞാൻ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് വിചാരിക്കും, കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനാ ദുഷ്ടൻ, ഇങ്ങനെയല്ലെങ്കിൽ അങ്ങനെയൊന്നും അവൻ ചിന്തിച്ചിട്ടല്ല. വെള്ളം ചോദിക്കാൻ അടുത്തങ്ങ് കൊടുത്തില്ല, അല്ലാതെ പ്രതിഫലിച്ചിട്ടോ അല്ലെ അയാളുടെ ഇതിന് കിട്ടാൻ വേണ്ടിയൊന്നുമില്ല. വിരക്തി വന്നേണ്ട കാര്യമാണ്. നമുക്കൊന്നും അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, നമുക്കൊന്നും വിരക്തിയില്ല. ജീവികളോട് അവന് ഒരു ബന്ധവുമില്ല. അങ്ങനെ എത്തുന്ന വ്യക്തിക്ക് ജീവികളോട് ഒരു ബന്ധവുമില്ല. അപ്പോഴാണ് സന്യാസത്തിലേക്ക് പോകുന്നു, ആ അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് വിരക്തി വന്നു എന്ന് വെച്ചോളൂ, ഈ ജീവിതം മടുത്തു, ഞാൻ സന്യാസത്തിലേക്ക് പോവുകയാണ്. അപ്പം അച്ഛനോ അമ്മയോ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലെ ആരെങ്കിലും വിളിച്ചിട്ട് പറയുകയാണ്, മോനെ കുറച്ച് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും. അതാ ബന്ധം വിചാരിച്ചിട്ടൊന്നുമല്ല. അതിപ്പോൾ അച്ഛനും അമ്മയല്ല വേറെ ആരെങ്കിലും കുറച്ച് വെള്ളം തരുമോയെന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പെണ്ണ് എടുത്തങ്ങ് കൊടുക്കും. അവനതുകൊണ്ടൊന്നും നേടാനില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൻ കൊടുത്തിട്ടില്ല എന്നും വരും. കാരണം ആ ചിന്തയിലൊന്നും ഇരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അത് കൊടുക്കുന്നതും കൊടുക്കാതെയല്ല ഒരുമാതിരി തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ അച്ഛനുമില്ല അമ്മയുമില്ല. കൊടുക്കുന്നത് ചോദിച്ചോ, അപ്പം ഞങ്ങൾ കൊടുക്കണം. അങ്ങനെ ചിലവരുണ്ടാകുന്ന ചോദിച്ചാൽ എന്നാ പറ്റും. അപ്പം നമ്മൾ അന്തരാമിയായിട്ട് മാറുകയാണ്. അതാണ് സന്യാസം. എന്നിട്ട് 20 എന്ത് പറയുന്നു? കാരണം കർമ്മം കൊണ്ട് തന്നെയാണ് ജനകാദികൾ സിദ്ധി പ്രാപിച്ചത്. അല്ല, അവന് ജീവികളോട് അവനൊരു ബന്ധവുമില്ല. ഇതിൻ്റെ 19 അതുകൊണ്ട് നിസ്സംഗനായി എപ്പോഴും തൻ്റെ കർത്തവ്യമായ കർമ്മം ചെയ്യുക, അവന് പരമപദം പ്രാപിക്കും. അപ്പോൾ ഒന്നിലും താല്പര്യമില്ലാതെ നിസ്സംഗനായി, ഒന്നിലും താല്പര്യമില്ലാതെ അതേസമയം ചെയ്യേണ്ട കർമ്മം ചെയ്യണം. ആരും വെള്ളം ചോദിച്ചാൽ എടുത്താൽ കൊടുത്തേക്ക്, അതിനെന്താ കുഴപ്പം? ബന്ധം നോക്കിയിട്ടോ മിത്രം നോക്കിയിട്ടോ ഒന്നുമല്ല, ഒന്നും നോക്കിയിട്ടോ വെള്ളം ചോദിച്ചാൽ ഇതാ പിടിച്ചോ.
അവന് പരമപദ ആ അവസ്ഥയിലേക്ക്, അപ്പം തന്നിലേക്ക് തന്നെ ഒതുങ്ങിയോണ്ട് കർമ്മം തീരുന്നില്ല. ആരെങ്കിലും എന്തൊക്കെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. അത് പക്ഷെ തനിക്ക് വേണ്ടിയിട്ടല്ല, ബന്ധു ചിന്തിച്ചിട്ടുമല്ല, കൊടുക്കുക. അതിപ്പോ ആയത് മനുഷ്യനോട് നമ്മൾ കൈമലുണ്ടെങ്കിലും ഒരു പേനയൊന്ന് നോക്കിട്ട് എന്ന് പറഞ്ഞാൽ തരൂല്ലേ? എവിടെയെങ്കിലും ഇപ്പോൾ ബാങ്കിലെല്ലാം പോകുമ്പോൾ പേനയില്ലെങ്കിൽ അടുത്ത ആളെടുത്തുണ്ട് അതെനിക്ക് തരും. അത് നമ്മളോട് ബന്ധം നോക്കിയിട്ടൊന്നുമല്ല. ആ ഒരു തരത്തിലുള്ള കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥ ആണ്. കാരണം 20 എന്ത് പറയുന്നു? കാരണം കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ജനകാദികൾ സിദ്ധി പ്രാപിച്ചത്. അപ്പൊ ഋഷികളെല്ലാം ഈ ഗ്രന്ഥങ്ങളെല്ലാം അല്ലെങ്കിൽ പുരാണ കഥകളിലെ ചിലര് കർമ്മം കൊണ്ട് തന്നെയാണ് സിദ്ധി ലഭിച്ചത്. അതിലെ കഥാപാത്രങ്ങൾ ലോക സംരക്ഷണം ഓർത്ത് കർമ്മം ചെയ്യണം. ഇതാണ് ലോക സംരക്ഷണം ഓർത്ത് കർമ്മം ചെയ്യണം. തന്നിൽ തന്നെ ഒതുങ്ങി ലോക സംരക്ഷണത്തിനായിട്ട് ജനകാദികളെല്ലാം അല്ലെങ്കിൽ ഋഷികൾ തന്നെ പറ്റും, അവരൊന്നും എഴുതി അങ്ങ് വെച്ചിട്ട് അവർ പോയി. ഇവർ വായിക്കുകയോ വായിക്കാതിരിക്കുകയോ എന്തോ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ അവരങ്ങ് ചെയ്തിട്ട് പോയി. അവരൊന്നും ചിന്തിക്കുന്നില്ല ഇത് ആരെങ്കിലും വായിക്കുന്നുണ്ടോ ഇല്ലയോ, വേദങ്ങൾ വായിക്കുന്നുണ്ടോ, അവരിനെ എങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചിട്ട് കച്ചവടം നടത്തുന്നു, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ ചെയ്തിട്ട് അവരങ്ങ് പോയി. അതിലൂടെയാണ് അവർ സിദ്ധരായി തീർന്നത്. അതുപോലെ ആകണമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി 21 ശ്രേഷ്ഠർ ചെയ്യുന്നത് സാധാരണ ജനം അനുകരിക്കും. അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികൾ ചെയ്യുന്നത് മറ്റുള്ളവരെ നോക്കി അനുകരിക്കും. അവൻ പ്രമാണമായി കരുതുന്നത് ലോകം അനുകരിക്കും. അവനെന്താണോ ചെയ്യുന്നത് എന്നത് ലോകം പ്രമാണമായി എടുക്കും, ലോകം അനുകരിക്കും. അതുകൊണ്ട് ഉദാഹരണമായിട്ട് കൃഷ്ണൻ തന്നെ പറയുകയാണ് 22 എനിക്ക് ഈ 3 ലോകത്തിലും ഒരു കർത്തവുമില്ല, എനിക്ക് നേടുവാനും ഒന്നുമില്ല, എനിക്കൊന്നും നേടാനില്ല, എനിക്കിവിടെ ഒരു കർത്തവ്യമില്ല, എന്നിട്ടും ഞാൻ കർമ്മം ചെയ്യുന്നു. ഇവിടെ ഞാനെന്നത് കൃഷ്ണനാണ് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും പറയാണ് ഈ 3 ലോകത്തിലും എനിക്ക് ഒരു കർത്തവ്യവുമില്ല, എനിക്ക് നേടുവാനും ഒന്നുമില്ല. ആ അവസ്ഥയിലേക്ക് ഞാൻ മാറണം. എനിക്കും നേടുവാനൊന്നില്ല, എന്നിട്ടും ഞാൻ കർമ്മം ചെയ്യുന്നു. പക്ഷേ ഞാൻ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥമാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് ചെയ്തു തീർക്കേണ്ട ബാധ്യതയുണ്ട്, ചെയ്തു തീർത്തല്ലേ പറ്റൂ. ആർക്കും വേദം തന്നെ പറഞ്ഞിട്ട് ആർക്കും ഇതിൽ നിന്ന് മാറിയേക്കാൻ പറ്റില്ല. ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരന്മാരെല്ലാം അവരവരുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് കീടം മാറാൻ പറ്റില്ല. അപ്പോൾ ഈ ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ ഞാനായിട്ട് ചിന്തിച്ചാൽ മതി. അതിലേക്ക് വരുത്തിക്കുകയാണ്. എന്നിട്ട് 23 പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും പ്രവർത്തിക്കാതെ ചുമ്മാ ഇരുന്നിരുന്നെങ്കിൽ മറ്റുള്ളവരും എന്ത് ചെയ്യും? അതേ മാർഗം അവലംബിക്കും. അപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്ന് വെറുതെ ഇരുന്ന് മടിയനായിട്ടിരിക്കുകയാണ്, മറ്റുള്ളവരെ ഞാനെന്തിനാ ചെയ്യുന്നത്? കാരണം വിശിഷ്ട വ്യക്തികൾ ഇവിടെ പറയുമ്പോഴും മഹാന്മാരായ ദിവ്യന്മാരായ മനുഷ്യര് എപ്പോഴും വളരെ ഗൗരവത്തോടുകൂടി ചെയ്യണം, ഇത്തരത്തിൽ ചെയ്യണം, നിഷ്കാമകർമ്മം ചെയ്യണം. ഇല്ലെങ്കിൽ മറ്റുള്ളവരും അതൊരു ആചാരമാക്കി മാറ്റും. എന്നിട്ട് 24 പറയുന്നു, ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ ലോകം നശിക്കും. ഞാനെന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ഏറ്റവും ഉയർന്ന വ്യക്തികളെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മുകളിലുള്ളവര് ഏറ്റവും മുകളിൽ പോകുന്തോറും അവരെ കർമ്മം ചെയ്യുന്നത് നോക്കിയിട്ടാണ് കീഴിലുള്ളവർ ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അപ്പൊ ഇവിടെ ഏറ്റവും വലുത് കൃഷ്ണനാണല്ലോ, ദൈവമാണല്ലോ. അപ്പം ദൈവം ചെയ്തില്ല എങ്കിൽ ഈ ലോകം നശിക്കും. ഇപ്പം നമ്മൾ ചെയ്യില്ല. അപ്പൊ ഈ ലോകം നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മളെ ചെയ്യാൻ പറ്റും, വേറെ ആരും ചെയ്യാനൊന്നുമില്ല. നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പം ലോകം നശിക്കും. ഞാൻ വർണ്ണസങ്കരത്തിന്റെ കർത്താവാകും, പ്രജകൾ ദുഷിക്കും. അപ്പൊ അവൻ വലിയ ആള്, അവിടെ തലപ്പത്തിരിക്കുന്ന ആ കൃഷ്ണൻ, ഓൻ വലിയ ആൾക്കാരെന്ത് പറയും?
ഓ വലിയ അങ്ങ് ഉയർന്ന നിലയിൽ ഓന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇവിടെ കിടന്ന് പാടുകയെന്നു. ഇതുകൊണ്ടാണ് സമൂഹം നശിക്കുന്നത്. തലപ്പത്തുള്ളവൻ ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നിട്ട് എങ്ങനെ സുഖിച്ച് നടക്കും. ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഇവൻ അവിടെ കിടന്ന് സുഖിക്കും. നമ്മളിങ്ങനെ അന്ധകരിച്ചിട്ട് അവരുണ്ടായി കൊടുക്കാം. ഇതാണ് ചിന്ത വരിക. അതുകൊണ്ട് കൃഷ്ണൻ അവിടെ കിടന്നിട്ട് അധ്വാനിക്കുമ്പോൾ താഴെയുള്ളവന് എന്ത് തോന്നും? അങ്ങേര് പാടുപെടുന്നു. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ സ്ഥാപനത്തിന്റെ തലവാണാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ മെനക്കെടുമ്പോൾ മറ്റുള്ളവന് തോന്നും ഇരിക്കാൻ തോന്നുന്നില്ല. എലേവനും ഓൻ വലിയ കാര്യം, അവനവിടെ ഇരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കാം. അതുകൊണ്ട് വർണ്ണസങ്കരത്തിന്റെ പ്രജകൾ എന്തായിരിക്കും? ദുഷിക്കാൻ തുടങ്ങും. അപ്പൊ ഏറ്റവും സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്തും തോറും കർമ്മം ചെയ്യുക, നിഷ്കാർമ്മ കർമ്മം ചെയ്യുക. 25 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ആ പണ്ഡിതർ, അതായത് ഈ സത്യമൊന്നും മനസ്സിലാക്കാത്തവര് കർമ്മത്തിൽ ആസക്തരായിട്ട് കർമ്മം ചെയ്യുന്നു. എന്തെല്ലോ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് കർമ്മത്തിൽ ആസക്തരായിട്ട്. ഭൂരിപക്ഷം ജനങ്ങൾ ഇങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അവർ പണ്ഡിതരാണ്. അവരെല്ലാം വിചാരിക്കുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്നാണ്. അങ്ങനെയുള്ള പണ്ഡിതര് കർമ്മത്തിൽ ആസക്തരായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട്. സാധാരണ ജനങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. പണ്ഡിതരാകട്ടെ ലോകത്തിൻ്റെ നന്മക്കായി നിസംഗതനായി പ്രവർത്തിക്കണം. പണ്ഡിതർ അത് ചെയ്യാൻ പാടില്ല. പണ്ഡിതർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്നെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്, ആ കർമ്മം ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം. അല്ലാത്തവര് അവരുടെ ആഗ്രഹത്തിന് വേണ്ടി അങ്ങനെ ചെയ്തോട്ടെ. ഇനി 26 പറയുന്നു, സകാമ കർമ്മത്തിൽ ആസക്തരായ മൂഢജനങ്ങളുടെ ബുദ്ധിയെ വിദ്വാൻ ഒരിക്കലും ഇളക്കരുത്. അപ്പം നമുക്ക് ഈ സത്യം അറിയാം. നമ്മൾ ആ ബ്രഹ്മമാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മളിതിലൊന്നുമല്ല എന്നുള്ള സത്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ബുദ്ധിമാൻ. അവരൊരിക്കലും എന്ത് ചെയ്യരുത്? മറ്റുള്ള ജനങ്ങൾക്കൊന്നും ഞാനെന്ന ചിന്ത വെച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഭൂരിപക്ഷ ജനങ്ങളും ഞാനെന്ന കർമ്മം വെച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ് പ്രകൃതി, കാലം. എന്തുകൊണ്ട്? കാലത്തിന് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടാണ് ലോകം പുരോഗമിപ്പിക്കുന്നത്. അപ്പം അവരെടുത്ത് കയറിയിട്ട് ഈ ആത്മീയൊന്നും കയറി പറഞ്ഞേക്കരുത്. ഇതെല്ലാം മിഥ്യയാണ്, കൊന്താണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഈ ജീവിതം എല്ലാം കർമ്മം ചെയ്യുന്ന ഒരു കർഷകൻ അവിടെ വയലിൽ പാടുവിട്ട് കൃഷി ചെയ്യുന്നു. ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം ആ കക്ഷി കഴിപ്പിക്കുന്നതാണ്, നീ മിണ്ടാണ്ടിരിക്കുന്നെല്ലാം പറയുന്നത് അത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അവർ മൂഢരാണ്. സംഗതി ശരിയാണ്. പക്ഷേ അവർ ഞാനെന്ന ചിന്ത വെച്ചുകൊണ്ട് പലതും ചെയ്യാണ്. ആ ശക്തിയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്താണ്? നല്ലൊരു ലോകം ഉണ്ടാക്കിയാണ്. അപ്പം അവരുടെ ബുദ്ധിയെ ഒരിക്കലും വിദ്വാൻ ഇളക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്ന മാതിരി നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല, എല്ലാം പരോപകാരം, ആ ലോകത്തിന് വേണ്ടിയാണ് എന്ന നിലയിൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് അവരെയും അത് കണ്ടിട്ട്, കാരണം നമ്മൾ അനുകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെന്താണ് ചെയ്യുന്നത് അതുവരെ ചെയ്യുക. ഇപ്പം നമ്മൾ സ്വാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേണ്ടി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അവരും അത് അതിൻ്റെ ഇരട്ടിയായിട്ട് കാണിക്കും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണം? നമ്മൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നണം. ഇതെല്ലാം ഇവന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് ആ മാതൃക പിന്തുടരും. അപ്പോൾ എല്ലാവരോടും ജോലി ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒരു സ്ഥാപനത്തിൻ്റെ തലവൻ എല്ലാവരോടും ജോലി ചെയ്യ് അടങ്ങി വെറുതെ ഇരിക്കല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ സീറ്റിലിരുന്നു കൊണ്ട് എപ്പോഴും പുകച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കീഴെയുള്ള ആളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നേരെ മറിച്ച് അങ്ങേര് രാവിലെ വന്നു കഴിഞ്ഞാൽ നിൽക്കാതെ മരത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി അടക്കുകയാണെങ്കിൽ കീഴെയുള്ളവരും അത് ചെയ്യും. അവരോട് തത്വജ്ഞാനമൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. അതാണ് 26 പറയുന്നത്.
ഇനി 27 പ്രകൃതിജന്യമായ ഗുണങ്ങളാൽ കർമ്മങ്ങൾ ഇന്നും നടക്കുന്നു. അതുകൊണ്ട് പ്രകൃതിജന്യമാണ്, പ്രകൃതിക്ക് വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്, നല്ലൊരു പ്രകൃതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് എങ്ങും നടക്കുന്ന അതിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ്. കാരണം ലോകം പുരോഗമിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അവരിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുകയാണ്, അതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഹന്തയാൽ മനുഷ്യർ അതിൻ്റെ കർത്താവ് ഞാനാണെന്ന് കരുതുന്നു. എന്നാൽ അജ്ഞാനികളായ മനുഷ്യർ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ എല്ലാം കർത്താവാണ്, ഞാനെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ചിന്തിച്ചു പോകുന്നുണ്ട്. ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത് അവന് വേണ്ടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കൃഷി ഉള്ളത് കൊണ്ടാണ് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നത്. അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ അവൻ ചിന്തിക്കുന്ന എന്താണ്? ഇതെനിക്ക് വേണ്ടിയാണെന്ന്. അപ്പം അതങ്ങനെ വിചാരിച്ചോട്ടെ, അവനെ ഇനി ഉപദേശിച്ചിട്ട് ആത്മീയം പഠിപ്പിക്കാനൊന്നും ഇനി 28 ഇന്ദ്രിയങ്ങൾ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം ഇന്ദ്രിയങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഗുണപരിണാമങ്ങളായ വിഷയങ്ങളിൽ, അപ്പം വിഷയങ്ങളുമായിട്ടും ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ടാണ് ഓരോ ആളും കർമ്മം ചെയ്യുന്നത് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് അവയിൽ ആസക്തനാകുന്നില്ല ആര്? വിദ്വാൻ. അപ്പം എല്ലാ ജനങ്ങളും ഓരോ വിഷയങ്ങളനുസരിച്ച്, ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന കാണുമ്പം നമുക്കെന്ത് തോന്നും? ആ മഴ പെയ്യുന്നുണ്ട്, പോയിട്ട് ഇന്നെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ അവിടെ തുണി കിടക്കുന്നുണ്ട് അത് എടുക്കണം, അല്ലെങ്കിൽ മഴ പെയ്യാണ് ഇപ്പം കൊണ്ടുപോയിട്ട് ചെടിയെല്ലാം നടാൻ പറ്റിയ നല്ല സമയമാണെന്നുള്ള അത് പ്രേരിപ്പിക്കും നമ്മൾ. അപ്പം വിഷയങ്ങൾ ഗുണഗണ ദോഷമെല്ലാം അനുസരിച്ചാണ് വിഷയങ്ങളുള്ളത്. അത് നമ്മളെ കണ്ണിലോട്ട് ഇന്ദ്രിയങ്ങളിലോട്ട് വരുമ്പോൾ നമ്മളെ മനസ്സും അതിനനുസരിച്ച് ആക്ടിവേറ്റ് ആകുന്നു. അതിൽ പ്രേരിതരായിക്കൊണ്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മളെന്ത് വിചാരിക്കണം? നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ കർമ്മം ചെയ്യുന്നു ഭൂരിപക്ഷ ജനങ്ങൾ. എന്നാൽ വിദ്വാൻ എന്ത് മനസ്സിലാക്കുന്നു? ഇതെല്ലാം പ്രകൃതി ഉപയോഗിച്ച ഓരോ തന്ത്രങ്ങളാണ് നമ്മളെ കൊണ്ട്. മഴ പെയ്യുമ്പോൾ നമ്മൾ കൃഷി ചെയ്യേണ്ട വഴികളും ഇതെല്ലാം ആലോചിക്കും. അത് പ്രകൃതി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആസക്തിയില്ലാതെ ബുദ്ധിമാൻ കർമ്മം ചെയ്യണം. ഇനി 29 എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഈ പ്രകൃതിയുടെ ഗുണഗണങ്ങളെ മനസ്സിലാക്കിയിട്ട് മൂഢരായവര് അതിനനുസരിച്ച് ഗുണകർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ, മഴക്കാലമായി ആ ചെടി ഭയങ്കര വരൾച്ചയുള്ള സമയമാണ്, മഴ പെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നാം ഇനി ചെടികളെല്ലാം നടാം എന്നുള്ളൊരു പ്രേരണ നമുക്കുണ്ടായിട്ട് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന മാതിരി നമ്മളെന്ത് ചെയ്യും? പല കർമ്മങ്ങളും ചെയ്യും. അപ്പം പ്രകൃതിയിലുണ്ടാകുന്ന പല കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ ചാടിപ്പിടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷേ ഇതെല്ലാം ആ ശക്തി നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. ഇതിൽ ആസക്തരായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. എന്നാൽ സർവജ്ഞരല്ലാത്ത നാം ആ മന്ദബുദ്ധികളെ വഴിതെറ്റിക്കരുത്. അപ്പം അങ്ങനെ വല്ലവരും കർമ്മം ചെയ്യുമ്പോൾ, അതായത് ഭൂരിപക്ഷം പേരും അങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം അവരോടൊന്ന് പോയിട്ട് പറയരുത്, എടോ ഇതെല്ലാം മണ്ടത്തരാണ്, ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇതെല്ലാം മിഥ്യയാണ്, ഈ ലോകത്തിലൊന്നും ഒരു കാര്യമില്ല, ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് അവരെ കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കരുത്. ബുദ്ധിമാൻ ഒരിക്കലും അവർക്ക് അങ്ങ് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. അതുകൊണ്ട് അവരെ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് 30 എന്ത് പറയുന്നു? ഈ വ്യക്തികൾ, അതായത് അർജുനനോടാണ് പറയുന്നത്, അതുകൊണ്ട് എന്ത് വേണം? സർവകർമ്മങ്ങളും എന്നെ സമർപ്പിച്ച് നിഷ്കർമ്മ കർമ്മമെന്ന നിലയിൽ നീ യുദ്ധം ചെയ്യണം. അപ്പോൾ എന്നിൽ അർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ശക്തി നിന്നെ സൃഷ്ടിച്ചത് ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ഈ കർമ്മം നീ ചെയ്തേ പറ്റൂ. അതിനു വേണ്ടി ആ ശക്തിക്ക് വേണ്ടി നീ കർമ്മം ചെയ്യുക, അല്ല നിനക്ക് വേണ്ടിയല്ല. അർജുനനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ അധർമ്മികളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത്, അതിൽ നിന്ന് എനിക്ക് മാറാനൊന്നും പറ്റില്ല, ഞാൻ ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന അർത്ഥത്തിൽ അതിനായിക്കൊണ്ട് ചെയ്തു കൊടുക്കുക. അതിനായിക്കൊണ്ട് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കതില്ല, പാവമില്ല, കുമ്പമില്ല, എല്ലാം അതിനു വേണ്ടിയല്ലേ ചെയ്യുന്നത്. പിന്നെ പാപത്തെപ്പറ്റി പുണ്യത്തെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട, അത് ജയിപ്പിക്കുന്നതാണ്. പിന്നെ എന്ത് ചെയ്യാണ്? അതാണ് ഏറ്റവും വലിയ ശക്തി. ബ്രഹ്മം, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ശക്തിയാണ് പറയുന്നത് പോയി കൊന്നിട്ട് വാങ്ങും. അപ്പോൾ പോയി കൊന്ന് യുദ്ധം ചെയ്യുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിഷ്കാമ കർമ്മം എന്ന നിലയിൽ നീ യുദ്ധം ചെയ്യണം. എന്നിട്ട് 31 എന്ന് പറയുന്നു, ഈ തരത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കർമ്മം ചെയ്യുന്നവൻ പാപത്തിൽ എല്ലാ കർമ്മബന്ധത്തിൽ നിന്നും മുക്തമാകും. അപ്പൊ അങ്ങനെ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഞാനിത് ചെയ്യുന്നതല്ല, എന്നെ കൊണ്ടായി ചെയ്യിപ്പിക്കുന്നതാണ്, ഞാനത്, എനിക്കതിനകത്തൊരു റോളുമില്ല, എനിക്കിത് ചെയ്തു കൊടുക്കുക എന്ന രീതിയിൽ വല്ലവരും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ബന്ധനമില്ല. എന്തുകൊണ്ട് ബന്ധനം വരുന്നത്? എനിക്ക് എന്ന ചിന്ത വെച്ച് കർമ്മം ചെയ്യുമ്പോൾ, എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ആൾക്കാർക്ക്, എൻ്റെ മറ്റേ ശത്രുവാണ്, എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബന്ധനം താനേ അഴിയും. നമ്മൾ ആരും അല്ല, ആ നിലയിൽ നമുക്ക് ചിന്തിക്കാം. അത് ആർക്കേ പറ്റുള്ളൂ, എല്ലാവർക്കൊന്നും പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല. അങ്ങനെയുള്ള അവരോട് അങ്ങനെയുള്ള അവസ്ഥയിലെത്തണം അർജുനൻ സ്വന്തം ശരീരം തന്നെ വിട്ട് ബന്ധുമിത്രാദികൾക്കെല്ലാം എന്ത് സംഭവിക്കുന്നു ഒന്നും ചിന്തിക്കാതെ, ഗുരുവാണോ ശിഷ്യനാണോ എന്നൊന്നും നോക്കാതെ യുദ്ധം ചെയ്യേണ്ട വ്യക്തിയിലേക്ക് വരുമ്പോൾ അത് ഉയർന്ന നിലയിലെത്തുകയാണ്. എന്നാൽ 32 പറയുന്നു, എന്നാൽ ഈ അഭിപ്രായത്തെ അവഗണിക്കുന്നവൻ അവൻ നശിച്ചു പോകും. ഈ സത്യം മനസ്സിലാക്കിയിട്ട് അവഗണിച്ചിട്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ നീ നശിച്ചു പോകും, ബുദ്ധിഹീനനായിത്തീരും, എനിക്ക് ബുദ്ധിയൊന്നുമില്ല. എന്നിട്ട് 33 എന്ത് പറയുന്നു? അറിവുള്ളവർ പോലും സ്വഭാവത്തിനനുസരിച്ച് വർത്തിക്കുന്നു. ഓരോവർക്കും ഓരോ സ്വഭാവമുണ്ട്, ആ സ്വഭാവം അനുസരിച്ചാണ് എല്ലാവരും വർത്തിക്കുന്നത്. ജീവികൾ സ്വപ്രകൃതിയെ പിന്തുടരുന്നു, അതിനെ അടക്കി വെച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഒരാൾ ക്ഷത്രിയനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അവൻ്റെ ധർമ്മം അധർമ്മത്തിനെതിരായിട്ട് പോരാടുകയാണ്. അതിനെ അടക്കി വെച്ചിട്ട് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഓരോ ആൾക്കും ഓരോ സ്വഭാവമുണ്ട്, അത് പ്രകടിപ്പിക്കണം. ഒരു പൂ ചോപ്പാണെങ്കിൽ ചോപ്പായിട്ട് വരികയാണ്, പച്ചയായിട്ട് വരികയാണ്. അല്ലാതെ ഇലയും പച്ചയാണ്, ഈ പൂവും പച്ചയാണെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പം പച്ചക്ക് അയ്യേ, ഞാൻ എല്ലാവർക്കും പല നിറമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഈ ഇലേണ്ടത് അതേപോലെ എന്നെ തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്ന് വെച്ചിട്ട് അവൻ വിരിയാണ്ട് നിന്ന് കഴിഞ്ഞാലോ, അതിനൊന്നുമല്ല, ഭംഗിയായിട്ട് വിരിഞ്ഞു കൊടുത്തേക്കോ. ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്, ഓരോ ആൾക്കും ഓരോ ധർമ്മമുണ്ട്. അർജുനന് ക്ഷത്രിയനാണ്, ആ സ്വഭാവം കാണിക്കണം. 34 ഓരോ ഇന്ദ്രിയത്തിനും അതാതിൻ്റെതായ വിഷയങ്ങളിൽ രാഗദോഷങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ കണ്ണിനും മൂക്കിനും എല്ലാം ഓരോ രാഗദോഷങ്ങളെല്ലാം ഉണ്ട്. നല്ലതുണ്ട്, മോശം എല്ലാം ഉണ്ട്. ചിലവർ കാണുന്നത് നല്ല കാണും, ചിലപ്പം മോശം കാണും. നമ്മൾ എന്ത് ചിന്തയോടുകൂടിയാണ് ഒരാളെ നോക്കുന്നത്, അതുപോലെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ അയാൾ കൊള്ളാമെന്ന് നോക്കി നല്ല ആളാണെന്നുള്ളൊരു ചിന്തയോടുകൂടി ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ നല്ലതായിരിക്കും. ആദ്യം തന്നെ മനസ്സിൽ നോക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഇയാൾ ശരിയായിരിക്കില്ല എന്ന ചിന്തയോടുകൂടി നോക്കിയാൽ ശരിയായിരിക്കില്ല. അപ്പോൾ ഓരോ അവയവത്തിനും അതിൻ്റേതായ വിഷയങ്ങളിൽ മനുഷ്യരിൽ വ്യത്യസ്ത ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഓരോ അവയവത്തിനും അതിൻ്റേതായ രാഗദോഷങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് വശപ്പെടരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വശപ്പെടരുത്. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ആദ്യം തന്നെ മുൻധാരണ വെച്ചിട്ട്, ധാരണയുണ്ടെങ്കിൽ ആ കണ്ണെന്ത് പറയും, അവന് അല്ലെങ്കിൽ കാണിച്ചു തരാം, അവൻ ശരിയല്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുക. അതിനൊന്നും നമ്മൾ വശപ്പെട്ടു പോകരുത്. കാരണം അവ നിന്റെ ശത്രുവാണ്. അപ്പം നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ
നൽകുന്ന സന്ദേശങ്ങൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവ നമ്മുടെ ശത്രുവായിട്ട് മാറും. അതുകൊണ്ട് 35 ഇത് പറയുന്നു, വിധിപ്രകാരം അനുഷ്ഠിച്ച പരധർമ്മത്തെക്കാളും ഗുണഹീനമായ സ്വധർമ്മമാണ് ശ്രേഷ്ഠകരം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മം ചെയ്യുന്നതാണ് നല്ലത്. മറ്റുള്ള കർമ്മം അതിലും ഭംഗിയായിട്ട് നമ്മൾ ചെയ്താലും ശ്രേഷ്ഠം അവരവരുടെ കർമ്മം ചെയ്യുന്നതാണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ ഗുണങ്ങളുണ്ട്, കഴിവുണ്ട്. ആ പ്രയോഗിക്കേണ്ട സ്ഥലത്ത് അത് പ്രയോഗിക്കുന്നതാണ് ഭംഗി. അല്ലാതെ വേറെ ആരുടെയെങ്കിലും ജോലി കയറിയിട്ട് ഭംഗിയായിട്ട് ചെയ്താലും അത് ശ്രേഷ്ഠമാവില്ല. കാരണം ചില കഥാപാത്രങ്ങളെ നായകരായിട്ടെടുക്കുന്നു, ചിലവരെ വില്ലനായിട്ടെടുക്കുന്നു. അവർ ആ റോൾ എടുക്കുന്നതിനാണ് ശ്രേഷ്ഠത. കാരണം അവൻ്റെ ശരീരവും മാനസികമായ അവസ്ഥ അങ്ങനെയാണ്. അല്ലാതെ ഒരു വില്ലനെ പിടിച്ച് നായകനാക്കി മാറ്റിയാൽ ആ വില്ല സ്വഭാവമുള്ള നായകനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഒരു നല്ല വില്ലനായ ഒരു ആളെ പിടിച്ചുകൊണ്ട് പാവത്താനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇവിടെ അഭിനയമല്ല പറയുന്നത്, ജീവിതത്തിൽ. അതുകൊണ്ട് അവനവനെ യോജിച്ച ഓരോ കർമ്മമുണ്ട്. അത് ജാതി കൊണ്ട് കിട്ടുന്നതല്ല. ഇപ്പം എനിക്കുള്ള ഒരു ഗുണം എൻ്റെ ബന്ധുക്കളാർക്കെങ്കിലും കിട്ടണമെന്നിൽ കിട്ടില്ല. എനിക്ക് വേറൊരു ബന്ധുവിനുള്ള ഒരു ഗുണം എനിക്കെടുക്കാൻ പറ്റില്ല. ഓരോർക്കും ഓരോ ഗുണങ്ങളുണ്ട്. ആ ഗുണത്തിൽ പോകുന്നതാണ് ശ്രേഷ്ഠം എന്ന് പറയുകയാണ്. മറ്റുള്ളവർ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പാളിച്ച പോയാൽ സംഭവം കുഴയും. സ്വധർമ്മത്തിൽ മരണം സംഭവിക്കുന്നെച്ചാൽ പോലും അത് ശ്രേഷ്ഠം തന്നെയാണ്. അപ്പം സ്വധർമ്മം ചെയ്യുന്നു, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുഴപ്പമൊന്നുമില്ല, അത് ശ്രേഷ്ഠമാണ്. ജയിക്കണമെന്നൊന്നും അർത്ഥമില്ല. നമ്മൾക്ക് പറ്റിയ ഫീൽഡിൽ നമ്മൾ പോകുക, അതിൽ ജയിക്കണമെന്നൊന്നും അർത്ഥമൊന്നുമില്ല. ഇപ്പം നമ്മളൊരു നല്ല കർഷകനാണെങ്കിൽ പുതിയൊരു ചെടി വാങ്ങി നട്ടുന്നു, ചിലപ്പോൾ അത് നശിച്ചു പോകും. അതുകൊണ്ട് കുറ്റമൊന്നുമില്ല. പക്ഷെ നല്ലത് അവരവർക്ക് യോജിച്ച ഓരോ മനുഷ്യനും ഓരോ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. ആ വിധിച്ച കർമ്മം ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളെയും ഓരോ പ്രത്യേകതരം കർമ്മങ്ങൾ ചെയ്യാൻ അനുസരിച്ചിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അവൻ ആ കർമ്മം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. വേറെ വല്ലവൻ്റെയും കർമ്മം ചെയ്യാൻ പോകരുത്. ഇതോടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അർജുനൻ എന്താ പറയുന്നത്, ഞാൻ സന്യാസിയാകാൻ പോയിക്കോളാം. അർജുനൻ ക്ഷത്രിയനാണ്, സന്യാസിയാകാൻ വേണ്ടിയിട്ട് ജനിപ്പിച്ചല്ല. എന്നിട്ട് 36 അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, ആര് പ്രേരിപ്പിച്ചിട്ടാണ് ഈ പുരുഷൻ താൻ ഇച്ഛിക്കാതിരുന്നിട്ടും പാപകർമ്മങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഒരാൾ പാപകർമ്മം ഇങ്ങനെയൊക്കെ പാപം ചെയ്യുമോ എന്നുള്ള പ്രേരണയാണ്. ആര് പ്രേരിപ്പിക്കുകയാണ് ഈ പാപകർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്? ചിലവരെല്ലാം ചെയ്യുന്ന പാപകർമ്മമാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കുള്ള സംശയമാണ്, എല്ലാം ദൈവമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ശക്തി വിശേഷം ചെയ്യുകയാണെങ്കിൽ എല്ലാവരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ചാൽ മതി. എന്തിനാ ഈ മോശം ചെയ്യിപ്പിക്കുന്നതെന്നല്ല ചോദിച്ചതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം കൃഷ്ണൻ പറയുകയാണ്, രജോ ഗുണത്തിൽ നിന്നും ജനിച്ച കാമം, ക്രോധം ഇവ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതാണ്. നമ്മളിൽ രജോ തമോ ഗുണമുണ്ട്. രജോ ഗുണം എന്ന് പറയുമ്പോൾ ഒരു കർമ്മം ചെയ്യാനുള്ള ഗുണം, ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പ്രേരിപ്പിക്കുന്ന ശക്തി. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. എല്ലാവർക്കും ഒരു സിസ്റ്റത്തിലേക്ക് നിൽക്കാനാണ്, ഇന്നുള്ള അവസ്ഥയിൽ നിൽക്കാനാണ് താല്പര്യം. അതിൽ നിന്നും മാറണമെങ്കിൽ ഒരു ബലം പ്രയോഗിക്കണം. അതാണ് രജോ ഗുണം. അപ്പം ആരെങ്കിലും ഒരു രജോ ഗുണം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടി എന്തുകൊണ്ട്? തമോ ഗുണമുണ്ട്. ആ തമോ ഗുണമാണ് എന്ത്? കാമം, ക്രോധം എന്നുള്ളതെല്ലാം. രജോ ഗുണത്തിൽ നിന്നുമാണ് കാമവും ക്രോധവും ജനിക്കുന്നത്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെതിരായിട്ടുള്ളവരും കൂടെ വരും. അതാണ് കാമവും ക്രോധവും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോവും തേർഡ് ലോവും. എന്ത് ചെയ്യുന്നുണ്ടോ അതിനൊരു പ്രതിപ്രവർത്തനമുണ്ട്. നല്ല ഉദ്ദേശത്തോടെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന് നേരെ വിപരീതമായ കാമക്രോധങ്ങളല്ല, ഇതെല്ലാം പിന്നോട്ടേക്ക് വലിപ്പിക്കുന്നതാണ്.
കാമക്രോധവും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതാണ്. അതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഇത് മഹാപാപകരവുമാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കാമവും ക്രോധവും വരും. അതിനാൽ തന്നെ അവ ശത്രുക്കളുമാണ്. അത് ശത്രുതയാണെന്ന് പറഞ്ഞാൽ റിയാക്ഷനാണ്, എതിരാണ്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് നല്ലൊരു കർമ്മം ചെയ്യാൻ പോകുമ്പോഴും അതിനെതിരായിട്ട് ഉടനെ തന്നെ എന്തുണ്ട്, ദോഷമായ ചില സംഗതികൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് കാമക്രോധങ്ങൾ. അപ്പം ഈ കാമക്രോധങ്ങൾ പാപമാണ്, മറ്റേതല്ല പാപം. ആക്ഷൻ പാപമല്ല, റിയാക്ഷനാണ് പാപമായിട്ട് വരുന്നത്. എൻ്റെ 38 പറയുന്നു, പുകയാൽ മൂടിയ അഗ്നിയെ പുക കൊണ്ട് മൂടിയിട്ടുണ്ട്. മലിനജലത്താൽ മൂടപ്പെട്ട കണ്ണാടിയും, ഒരു കണ്ണാടിനെ മൂടിപ്പോയാൽ കാണാൻ പറ്റില്ല. ഗർഭം മൂടിപ്പോയ ഗർഭപാത്രവും അതുപോലെ കാമത്താൽ ജ്ഞാനം മൂടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാമവും കൂടി ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു കാമവും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ റിയാക്ഷനായിട്ട് വരും. അങ്ങനെ റിയാക്ഷൻ വരുമ്പോൾ അത് ജ്ഞാനത്തെ മൂടും, നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയും. ജ്ഞാനിയുടെ 39 ജ്ഞാനിയുടെ നിത്യവൈരിയായ ജ്ഞാനം ഒരിക്കലും തൃപ്തിപ്പെടാത്ത അഗ്നിക്ക് തുല്യം നിന്റെ ജ്ഞാനത്തെ മൂടും. തെറ്റിപ്പോയി. ജ്ഞാനിയുടെ നിത്യവരിയായ, നേരത്തെ പറഞ്ഞ നിത്യവരിയായ കാമവും ക്രോധവും. അപ്പം ജ്ഞാനിയുടെ വൈരിയായ കാമവും ക്രോധവും. അപ്പം ജ്ഞാനത്തിൻ്റെ നേരെ എതിരാണ് കാമവും ക്രോധവും. നമ്മളൊരു ജ്ഞാനം ഉപയോഗിച്ച് കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ എതിർപ്പായിട്ട് വരുന്നതാണ് കാമവും ക്രോധവും. അത് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അഗ്നിക്ക് തുല്യം ജ്ഞാനത്തെ മൂടും. അത് അഗ്നി ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. ഒന്നിന് എല്ലാത്തിനെയും ദഹിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ടെൻഡൻസിയാണ് അതിനുള്ളത്. അതേപോലെ തന്നെ ഇതെപ്പോഴും എന്ത് ചെയ്യും, ജ്ഞാനത്തെ മൂടിക്കൊണ്ടേ ഇരിക്കും. എന്നിട്ട് 40 എന്ന് പറയുന്നു, ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും കാമത്തിൻ്റെ ഇരിപ്പിടമാണ്. അപ്പം ഇതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ബുദ്ധിയിലും മനസ്സിലും എല്ലാമാണ് ഈ ശക്തി ഇരിക്കുന്നത്. നമ്മളപ്പോൾ എന്തൊക്കെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഈ കാമവും ക്രോധവും എല്ലാം റിയാക്ഷനുണ്ട്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രജോ ഗുണവും തമോ ഗുണവും കൂടിയിട്ടാണ് രണ്ടും. അത് ന്യൂട്ടൻ്റെ ലോ പ്രകാരമാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു പ്രതിപ്രവർത്തനമുണ്ട്. അപ്പം നമ്മളൊരു നല്ല ചിന്തക്ക് വേണ്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ശത്രുവായ കാമവും ക്രോധവും എല്ലാം അതിൻ്റെ കൂടെ വരും. എന്നിട്ട് ജ്ഞാനത്തെ എന്ത് ചെയ്യും, മൂടും. അതിൻ്റെ ഇരിപ്പിടം ഇവിടെ തന്നെയാണ്, ചിന്തകളിലാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയത്തിലൂടെയാണ് അത് കയറി വരുന്നത്. ഇന്ദ്രിയത്തിലൂടെയാണല്ലോ നമ്മളെ ബുദ്ധിയെല്ലാം പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും കാണുന്നു, അതിനനുസരിച്ച് ചിന്തിക്കുന്നു, മനസ്സിൽ വെക്കുന്നു. അപ്പോൾ ഇന്ദ്രിയും മനസ്സും ബുദ്ധിയെല്ലാണ് അവിടെയാണ് ഉണ്ടാകുന്നത്, കർമ്മം ചെയ്യാനുള്ള പ്രേരണയും വരുന്നത്, അതിൻ്റെ എതിരായ കാമവും ക്രോധവും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? ഇന്ദ്രിയും മനസ്സും ബുദ്ധിയുമാണ് കാമത്തിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നു. ജ്ഞാനത്തെ മറച്ചിട്ട് അവയെ കൊണ്ട് ദേഹിയെ വ്യാമോഹിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അത് മനുഷ്യനെ കൊണ്ട് മോഹങ്ങൾ ഉണ്ടാക്കും. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ എന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് വല്ലതും എനിക്ക് നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതിനെന്നുള്ളതെല്ലാം അതിൻ്റെ കൂടെ ഇങ്ങനെ വരും, ദേഹിയെ മോഹിപ്പിക്കും. അതിനാൽ നീ 41 നീ ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്, എന്നിട്ട് ജ്ഞാനത്തെയും. അതുകൊണ്ട് നീ ഇന്ദ്രിയങ്ങളെ ആദ്യം നിയന്ത്രിക്കണം. ആദ്യം എന്ത് വേണം? ഈ ഇന്ദ്രിയങ്ങളെ ആദ്യം നിയന്ത്രിക്കണം. എന്നിട്ട് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന കാമത്തെ നശിപ്പിക്കണം. കാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. എനിക്ക് വേണ്ടി എന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്ന ആ കാമത്തെ നീ നശിപ്പിക്കണം. എങ്ങനെ? വിജ്ഞാനത്തെയും ജ്ഞാനത്തെയും നശിപ്പിക്കുന്ന
എന്നിട്ട് 42 പറയുന്നു വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് ഇന്ദ്രിയങ്ങൾ. അപ്പൊ പുറത്ത് കാണുന്ന സംഭവവികാസങ്ങളെക്കാട്ടിയും സൂക്ഷ്മം നമ്മളെ കണ്ണുകളാണ്. കണ്ണുകളാണ് അതിനെല്ലാം വിശകലനം ചെയ്തിട്ട് നമ്മളെ തലച്ചോറിലെത്തിക്കുന്നത്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സ് അതിലും ആക്റ്റീവായിട്ട് അതിനെല്ലാം അനലൈസ് ചെയ്യുന്നതെല്ലാം മനസ്സിലെത്തുമ്പോഴാണ്. മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി. ബുദ്ധിയാണ് അതിനെ വിശകലനം ചെയ്തിട്ട് ഓരോ നിഗമനത്തിന്. ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് ആര്? നമ്മുടെ ആത്മാവ്. അപ്പം നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്ന ഏതാണ്? ആത്മാവാണ്. അപ്പം എല്ലാത്തിൻ്റെയും കൺട്രോൾ ഏതിലാണുള്ളത്? നമ്മളെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പം തന്നെ നമ്മളൊരു കർമ്മമുണ്ട്, ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ആ പ്ലാനാണ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഈ കാണുന്നതും കേൾക്കുന്നതിനെല്ലാം എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ആ പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മളെല്ലാം ചിന്തിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ വിഷയങ്ങളെല്ലാം കാണുമ്പോൾ നമ്മളെ മനസ്സതിനെ കൊണ്ട് അനലൈസ് ചെയ്യും. അവസാനം ഡിസിഷൻ എടുക്കുന്നത് ഞാൻ എന്താണോ നാളെ ചെയ്യേണ്ടത് അതാണ് ചെയ്യിപ്പിക്കുക. അപ്പം നടക്കേണ്ടത് ആരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കേണ്ടത് അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താണ് അവസാനമായി പറയുന്നത് 43-ാമത്തതിൽ? അതുകൊണ്ട് 43-ൽ പറയുന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ആത്മാവിനെ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ ഉള്ളിലൊരു പ്ലാനുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിലൊരു പ്ലാനുണ്ട്. ആ ശക്തി വിശേഷം അത് തന്നെയാണ് ബ്രഹ്മം. നമ്മൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ച ആ കർമ്മം ചെയ്യാനുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തി ആണ് എല്ലാം ചെയ്യുന്നത് എന്ന സത്യം ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കണം. എന്നിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇതെല്ലാം അതാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഞാനത് ചെയ്തു കൊടുക്കുകയേ വേണ്ടൂ. മനസ്സിനെ അടക്കിയിട്ട് ഇതിൻ്റെ പാരലായിട്ടുണ്ടാകും. ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പാരലായിട്ടുണ്ടാകുന്ന ഈ കാമക്രോധ വികാരങ്ങളെ നമ്മൾ എന്ത് വേണം? കീഴടക്കി വെക്കണം. അതായത് നമ്മൾ ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, നമ്മൾ ജനിപ്പിച്ച് എന്തിനാണോ ആ കർമ്മമാണ് നമ്മൾ ചെയ്യുക. അതിലൊരു സംശയമില്ല. വിജ്ഞാനം ഉണ്ടായാലും മണ്ടനായാലും എല്ലാം ചെയ്യേണ്ടത് അതായിരിക്കും. പക്ഷേ ആ ചെയ്യാൻ പോകുമ്പോൾ, നമ്മളൊരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ അതിനെതിരായിട്ട് ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടാക്കും. ഞാനെന്നൊരു ചിന്തയിലേക്ക് എനിക്ക് വേണ്ടി എന്ന ചിന്ത ഉണ്ടാക്കും. ഈ ചിന്ത ഉണ്ടാക്കുന്നതാണ് കുഴപ്പം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആ ചിന്തയെ അത് അങ്ങനെയാണ് സൃഷ്ടിയുള്ളത്. രജോ ഗുണമുണ്ടെങ്കിൽ തമോ ഗുണമുണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉണ്ടെങ്കിൽ തേർഡ് ലോ. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനെ നമ്മൾ സപ്രസ് ചെയ്യണം. എന്നിട്ട് കർമ്മം ചെയ്തു കൊടുക്കുക. ഇതാണ് ശാസ്ത്രീയമായ ഉപദേശം.